ഇപ്പൊ ഒരു പാട്ട് കൊണ്ട് തീ പോലെ, ഈ തീ പോലെ ഇറങ്ങണേ എന്നൊക്കെ പറഞ്ഞ് ചാടുകയും തുള്ളുകയും ഇതെല്ലാം വെച്ച് അങ്ങോട്ട് ഇതെല്ലാം വെച്ച് എൻ്റെ ഭാഷ നല്ല അനത്തുക. പക്ഷേ തീ ഒന്നും ഇറങ്ങുന്നില്ല. നമ്മളങ്ങ് ആർട്ടിഫിഷ്യലായിട്ട് തീ ഉണ്ടാക്കുക. തീ ഇറങ്ങുന്നില്ലെന്ന് പറയാൻ ഒരു കാര്യം പറയാം. തീക്ക് ഒത്തിരി വിശേഷതയുണ്ട്. അതിൽ ഒന്ന്, തീ ദഹിപ്പിക്കുന്നതാണ്. ദഹിപ്പിക്കും. ഈ തീ ഇറങ്ങിയിട്ട് പലതും ദഹിക്കുന്നില്ലല്ലോ. അല്ല, യോഗത്തിന് തന്നെ ദഹിക്കാതല്ലേ ഇരിക്കുന്ന പലരും. കൂട്ടു സഹോദരന്റെ പാര വെച്ചിട്ട് രമ്യതപ്പെട്ടിട്ടില്ല, അത് ദഹിക്കുന്നില്ലല്ലോ. ഒരു സെന്ററിൽ, ഒരു സെക്ഷനിൽ, അല്ലെ ഒരു ലോക്കൽ സഭയിലുള്ളവർ തമ്മിൽ രമ്യതപ്പെടുന്നില്ല, അത് ദഹിക്കുന്നില്ലല്ലോ. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ തമ്മിൽ നിങ്ങൾ എന്തേലും ഒന്ന് പറ, എന്നെ ഒന്ന് സഹായിക്കേ. ആട്ടെ. അപ്പൊ ഈ കത്തുന്നതൊന്നും ശരിയായ തീ അല്ല. മൈക്കിന്റെ ഓളിയം കൂട്ടിയത് കൊണ്ടോ, ഇതിങ്ങനെ ഹൈപ്പിച്ച് ഞങ്ങൾ പാടിയത് കൊണ്ടോ, ഇത് 2-3 വെച്ച് അവനിങ്ങനെ ഇങ്ങനെ മോന്റെ കാര്യം അല്ല കേട്ടോ, പൊതുവില്ല കേട്ടോ, ഉഴപ്പരുത്. ഇങ്ങനെ ഇത് തബല ഇവനെ കുത്തിയിട്ട് നിങ്ങൾക്ക് കണ്ണടച്ച് കമന്ന് കിടന്ന് അടിച്ചോണ്ടോ. നമ്മൾ പറയും ഭയങ്കര അന്തരീക്ഷമായിരുന്നു, കത്തിച്ചു. കത്തി ഒരു കത്തലും കത്തുന്നെങ്കിൽ ഇതെല്ലാം ദഹിക്കണ്ടേ? ദൈവത്തിന് ഇന്ന് രാത്രി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കത്തലല്ല, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിലൊരു കത്തലുണ്ടാകണം. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഇവിടെ വിട്ടുപോകുമ്പോൾ ദഹിക്കേണ്ടതെല്ലാം ദഹിക്കണം, കത്തേണ്ടതെല്ലാം കത്തണം. TPM-കാര് പാടുന്നൊരു പഴയ പാട്ടുണ്ട്, വരിയെല്ലാം അനിൽ അറിയാമെങ്കിൽ പാടണം. ബലിപീഠത്തിൽ വയ്ക്കുന്നിപ്പോൾ ദഹിപ്പിക്കന്നെ നീ, പൂർണ്ണചാരമാക്കി തീർത്തിടുക നിൻ മഹിമയ്ക്കായി. ബലിപീഠത്തിൽ വയ്ക്കുന്നിപ്പോൾ ദഹിപ്പിക്കന്നെ നീ, പൂർണ്ണചാരമാക്കി തീർത്തിടുക നിൻ മഹിമയ്ക്കായി. ബലിപീഠത്തിൽ വയ്ക്കുന്നിപ്പോൾ ദഹിപ്പിക്കന്നെ നീ, പൂർണ്ണചാരമാക്കി തീർത്തിടുക നിൻ മഹിമയ്ക്കായി. പാടാൻ നേരമില്ല, അപ്പൊ ശ്രദ്ധിച്ചേ. ശരിക്കും തീ ഇറങ്ങിയാൽ ഇത് ചാരമാകും. ഇന്ന് ചില പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തീ തിരുവല്ലായിൽ തീ കുന്താവും. തിരുവല്ലായിൽ തീ, വള്ളികുന്നത്ത് കുമ്പനാട്ട് തീ, മിക്കവാറും പറന്തല് തീ. എന്തോ തീ, പിന്നെ ഈ ഞാൻ തീക്കെതിരല്ല, ശരിയായ തീയാണെങ്കിൽ കത്തും. ദഹിക്കേണ്ടത് ദഹിക്കും, ചാരമാകേണ്ടത് ചാരമാകും. ഈ തീ കത്തിച്ചു പിന്നെയും കമ്മിറ്റി കൂടുമ്പോ മറ്റവനിട്ട് പാരയോ, അപ്പം ഇത് തീയാന്നോ? ജോസ് മാസ്റ്റർ സത്യം പറയണം, രണ്ടിലോ നിന്ന് അറിയുക. ദൈവത്തിന് മഹത്വം. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും വായിച്ചോ, തെറ്റിയിടുന്ന ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും, ഒരു തീ അല്ലെന്ന്, ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. മതി, ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് അന്നേ കുറെ നാളായിട്ട് ആരും വാക്യം വായിച്ചു തരികയല്ല, എന്നാലും ദൈവദാസി നന്നായിട്ട് വായിക്കുന്നല്ലോ. പേരെന്തുവാ? സൂസൻ. ഞങ്ങളുടെ സഭയിലും ഉണ്ടൊരു സൂസൻ. ഒന്നുകൂടെ ആ തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു. 29-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ തിരുവെടുത്താണല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദിവ്യജനേശ്വരം ഭവ്യ ഗുണാത്മക
ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ഭാഗ്യമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക ജഡം വെടിഞ്ഞ ലോകെ വന്ന ദിവ്യജഡം വെടിഞ്ഞ ലോകെ വന്ന് ലോകെ ഉർവിയിൽ വന്ന പരദേവ വിഗതജര പരദേവ വിഗതജര പരദേവ വിഗതജര പൂർവോദിതമാത്മ നിർവ്യാജവാക്കത്രേ പൂർവോദിതമാത്മ നിർവ്യാജവാക്കത്രേ പൂർവോദിതമാത്മ നിർവ്യാജവാക്കത്രേ നിർവ്യാജവാകത്രേ നിർവഹിപ്പാൻ വന്ന സർവേശ്വര സുന്ദര ഹൃദഗർഭ ജനതജര ഹൃദഗർഭ ജനതജര ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര
ഭവ്യഗുണാത്മക. ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ഭാഗ്യാമൃത ദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മുടെ ഇടയില് പുതിയ ഉപദേശമാര് പറയുന്ന സങ്കീർത്തനമൊന്നും വായിക്കരുതെന്ന്, അത് പേടിച്ചപ്പോ ചിലർ വായിക്കുന്നുമില്ല. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല ആയിരം വല്ലപ്പോഴും ഒക്കെ വായിക്കും. സങ്കീർത്തനം വായിക്കരുത്, സങ്കീർത്തനം വേണ്ട. അപ്പോൾ നമ്മുടെ ഒരു കർത്തദാസനെ ഒരു സഭയിൽ ചെന്നപ്പോൾ അവിടുത്തെ മെയിൻ അച്ചായൻ കാശുള്ള അച്ചായനാന്നല്ലോ സൂക്കേട് പിക്കെടുത്തും. എന്നാൽ കാശുള്ളവർ നല്ല ആൾക്കാരും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ അദ്ദേഹം എന്തോ അങ്ങോട്ടൊരു നോട്ടം ഉള്ള കാര്യമാണ്. അപ്പോൾ ആ ദൈവദാസൻ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്ന് എന്തുവാ പ്രസംഗിക്കുന്നേ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ന് സങ്കീർത്തനത്തിൽ നിന്നാ പറയുന്നു. അപ്പോൾ ആചാര്യൻ പറഞ്ഞു, സങ്കീർത്തനത്തിൽ നിന്ന് ഇവിടെ പറയണ്ട. അപ്പൊ ചോദിച്ചു, അതെന്താ? ഓ, അത് ദാവീദിന്റെ കാര്യമാണ്. അതിനെന്താ? ഓ, ദാവീദ് പാപമെല്ലാം ചെയ്ത് അതല്ല ഇവിടെ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പിന്നെ എന്തോ പറയണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ സുവിശേഷം പറഞ്ഞാൽ മതി. അപ്പൊ ഈ ദൈവദാസൻ ചോദിച്ചു, ആട്ടെ സുവിശേഷം പറയാം. സുവിശേഷം എന്നാൽ എന്ത്? എന്തേലും ഒന്ന് പറ. വായിച്ചു തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ. സൂസൻ അല്ലേ? വായിരു. നിങ്ങൾ വഴക്കുണ്ടാക്കാതെ ഒരാളങ്ങ് വായിരു. ഓ, അപ്പുറം ഇരിക്കുന്ന പേരെന്നാ? റോസമ്മ വായിര്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ എന്താ സുവിശേഷം? തുടക്കത്തിലെ ദാവീദിന്റെ പേരാ. സുവിശേഷം എന്താന്ന് പറയണമെങ്കിൽ അന്നേരം അദ്ദേഹം പറയരുതെന്ന് മാത്രമാണോ? നമ്മുടെ കർത്താവാകുന്ന മിശിഹാനപുരാൻ നമ്മള് വേദപുസ്തകം പഠിക്കുന്നവരാ ദാവീദിന്റെ സിംഹാസനത്തിലാ ഇരിക്കുന്നത്. വേറൊരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ദാവീദിന്റെ നിശ്ചല കൃപകൾ. അങ്ങനെയുണ്ട്. അങ്ങനെ പറഞ്ഞ വേറെ വിഷയത്തിൽ പോകും, അത് വിട്ടേക്കാം. അപ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 150 സങ്കീർത്തനങ്ങൾ എല്ലാവരെയും ഹഠാൽ ആകർഷിക്കുന്നതായി സങ്കീർത്തനം. 5 പുസ്തകമാണ്. ഈ പഴയ നിയമത്തിലെ ആരംഭത്തിലെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥം എന്നിരുന്നത് പോലെ സങ്കീർത്തനങ്ങളും 5 പുസ്തകമായിട്ടാണ് തരംതിരിച്ച് നമ്മൾ പഠിക്കുന്നത്. ആ 42-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഏറ്റവും തലക്കെട്ടൊന്ന് വായിച്ചേ. അത് വാക്യമാമ്മേ. അമ്മ അതൊക്കെ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ വായിക്കേ. സംഗീത പ്രമാണിക്ക് ആ പ്രമാണിയുടെ കാര്യത്തിൽ അതിന് മേളിലൊരു ഹെഡിങ് ഉണ്ട് വലിയ അക്ഷരത്തിൽ. 2-ാം പുസ്തകം. റോസമ്മേങ്ങതാ 2-ാം പുസ്തകം. ഏതാ? 2-ാം പുസ്തകം. അപ്പൊ 1-ാം പുസ്തകം റോസമ്മേ മോനും കൊണ്ട് മാറിയ റോസമ്മ കാണട്ടെ. അപ്പോൾ
ഒന്നാം പുസ്തകം ഏത് മുതൽ എവിടം വരെ കാണാതെ പറ. മൈക്ക് എന്തിനാ അവിടെ ഇരിക്കുന്നത്? 41 വരെ. 41 വരെ. 1 മുതൽ 41 വരെ ഒന്നാം പുസ്തകം. 42 രണ്ടാം പുസ്തകം ആരംഭിക്കുക. ഇനി 73-ാമത്തെ സങ്കീർത്തനത്തിന്റെ മേളിൽ ഇപ്പം വായിച്ച പോലെ മേളില് മൂന്നാം പുസ്തകം. അപ്പം സൂസനെ രണ്ടാം പുസ്തകം എവിടം മുതൽ എവിടം വരെ നോക്കാതെ പറ, മൈക്ക് കൂടെ പറ. 42 മുതൽ 73 വരെ. 72 വരെ. 42 മുതൽ 72 വരെ രണ്ടാം പുസ്തകം. ഇനി വായിച്ച 90-ാമത്തെ സങ്കീർത്തനത്തിന്റെ മുകളില് നാലാം പുസ്തകം. അപ്പോൾ മൂന്നാം പുസ്തകം എവിടം മുതൽ എവിടം വരെ? 73 മുതൽ 89 വരെ. എന്നാ ഒരു പരുവക്കേട്. അപ്പോൾ 73 മുതൽ 89 വരെ മൂന്നാം പുസ്തകം. ഇനി 107-ാം സങ്കീർത്തനത്തിന്റെ മുകളിൽ വായിക്കണം. 5-ാം പുസ്തകം. തലേ തുണിയും കിട്ടു. അപ്പോൾ 5-ാം പുസ്തകം. അപ്പോൾ 4-ാം പുസ്തകം എവിടം മുതൽ എവിടം വരെ? 90 മുതൽ 106 വരെ. 90 മുതൽ 106 വരെ. അപ്പൊ ഇനി 5-ാം പുസ്തകം എവിടം മുതൽ എവിടം വരെ? 107 മുതൽ 150 വരെ. 107 മുതൽ 150 വരെ. 150 വരെ. അപ്പൊ ഇങ്ങനെ 5 പുസ്തകങ്ങളായിട്ടാ സങ്കീർത്തനത്തെ നമ്മൾ തരംതിരിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത്. ഇത് മോശയുടെ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ 5 പുസ്തകവും ആ നിലയിലാണ് പഠിക്കുന്നത്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇനി ഈ സങ്കീർത്തനത്തിന് വേറൊരു പ്രത്യേകത, ഓരോ പുസ്തകവും അവസാനിക്കുമ്പോൾ ആമേൻ ആമേൻ എന്ന് പറയുന്നുണ്ട്. ആ 1-ാം പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ ആമേൻ എന്നില്ല. വായിച്ചേ, മൈക്ക് കൂടെ വായിക്കണേ. എന്ത് തപ്പുന്ന വായിക്കുന്നു? ആമേൻ 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 ആമേൻ. അപ്പൊ അതിന്റെ തീരുന്നത് ആമേൻ ആമേൻ. മേളി പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെയാണ്. അതൊക്കെ പ്രസംഗിക്കാൻ പോയാൽ ഒത്തിരി ഉണ്ട്. മേളി പറഞ്ഞ തന്നെ സ്തോത്രം, എന്തെല്ലാം കാര്യങ്ങളാ മേളിൽ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ഏതാ? 41 വരെ. 41 വരെ ഒന്നാം സങ്കീർത്തനത്തിൽ തന്നെ ഉണ്ടല്ലോ, അവൻ കോപിച്ചിട്ട് വടിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ. അങ്ങനെ തന്നെ 23 നമുക്കൊക്കെ മനപ്പാടമാ. യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക്. അങ്ങനെ തന്നെ അങ്ങനെ ഒത്തിരി പറയാനുണ്ട്. പോട്ടെ. അപ്പോൾ ഓരോ സങ്കീർത്തന പുസ്തകവും അവസാനിക്കുമ്പോൾ ആമീൻ. 72-ന്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ എന്നില്ലേ? നിങ്ങൾ രണ്ടുപേരോട് എന്നാ എടുക്കുന്നു? അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ ആമേൻ. ഇനി 89-ന്റെ ഒടുവിലത്തെ 2 വാക്യത്തിൽ ആമേൻ എന്നുണ്ട്. വായിര്. യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ ആമേൻ. അവിടെ ആമേനാ. ഇനി 106-ന്റെ ഒടുവിൽ എഴുതിയിട്ടുണ്ട് ആമേൻ എന്ന്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ. അങ്ങനെ തന്നെ. അപ്പോൾ ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ പോകുന്നില്ല. ഈ സങ്കീർത്തനത്തിൽ വേറൊരു വിശേഷത, സങ്കീർത്തനം വായിക്കരുത്, പ്രബോധിപ്പിക്കരുത് എന്നൊക്കെ ഇപ്പൊ പറയുന്ന ധാരാളം വിദ്വാൻമാർ ഇറങ്ങിയിട്ടുണ്ട്. അത് പേടിച്ച് ഇപ്പോൾ ചിലർ വായിക്കുന്നുമില്ല. കാരണം 3 വർഷം എങ്ങനെയും ഇരിക്കണ്ടായോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചില ആൾക്കാർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ വേർപെട്ട ദൈവമക്കളൊരു പ്രത്യേക ശുശ്രൂഷക സമയത്തൊക്കെ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നതും 2 വാക്ക് പറയുന്നത് ഒരനുഗ്രഹമാണ്. ഇന്ന് അതവിടെ ഇവിടെ നടന്നല്ലോ. അഭിനന്ദിക്കുന്നു. സെക്ഷനെ അഭിനന്ദിക്കുന്നു, വായിച്ച പുള്ളിയെ അഭിനന്ദിക്കുന്നു, കേട്ടിരുന്നവരെ അഭിനന്ദിക്കുന്നു. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് സമയമുണ്ടെങ്കിൽ 2 വാക്ക് പറയുന്നത് വളരെ അനുഗ്രഹമാണ്. വിശേഷിച്ച് 90 ഒരു വിവാഹ ശുശ്രൂഷയിൽ
സാധാരണ നമ്മൾ 45-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. മാത്രമല്ല, ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന സമയത്തും ഒരു സങ്കീർത്തനം വായിക്കുന്നത് വളരെ ഉചിതമാണ്. ഒരു വീട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലും ഒരു സങ്കീർത്തനം സന്ദർഭോചിതമായിട്ട് വായിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. നമ്മളൊരു യാത്ര പോകുമ്പോൾ, ദൂരയാത്രയോ വിദൂരയാത്രയോ വിദേശയാത്രയോ എന്തുമാകട്ടെ, യാത്ര പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ 2 ശീല് പാട്ട് പാടി ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യം, അതിൽ ഏറ്റവും വലിയ പ്രാധാന്യം നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, ഇവർക്കിതെല്ലാം അറിയാം. ഇവരിപ്പോൾ ഞാൻ പറയുന്ന ഒക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. തെറ്റുന്നുണ്ടോ? തെറ്റുകാന്നെ ക്ഷമിക്കണേ, തിരുത്തി തരണേ. അപ്പോൾ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. ആ ഉയർത്ത് അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കും യേശു പ്രത്യക്ഷപ്പെട്ടു. ആ ഭാഗം നിങ്ങൾക്കറിയാം. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടവരുമായിട്ട് നടന്നു പോകുന്ന വേളയിൽ അവിടുന്ന് തിരുവെടുത്ത് തെളിയിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനൊരു പദം പറഞ്ഞു: മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും, അടുത്ത പദമുണ്ട്, സങ്കീർത്തനങ്ങളിലും ഇങ്ങനെ എഴുതിയേക്കുന്നത് തന്നെ കുറിച്ച്, അല്ലെങ്കിൽ എന്നെ കുറിച്ച്. യേശു പറയാ എന്നെ കുറിച്ച്. വായിച്ചേ 24:44 പെട്ടെന്ന്. 24:44 അതൊക്കെ അവർക്കറിയാമെന്ന്. പിന്നെ ചെറിയ കേസല്ല ഇവർ രണ്ടും, അതൊക്കെ അവർക്കറിയാം. അങ്ങനെ നിങ്ങൾ നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട്. അത് മത്തായിയാ സൂസനെ. 24 ഇടയ്ക്ക് ലൂക്കോസ്. സൂസൻ പള്ളികുന്നത്തെ മെമ്പറാണോ? പരവ. റോസമ്മാമിയോ? രണ്ടും വരവാ. അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും അടുത്തത് സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മതി തെളിഞ്ഞല്ലോ. യേശു കർത്താവ് നേരിട്ടാ പറഞ്ഞത്. മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയെന്ന്. അന്നേരം ചില വിടലുകൾ പറയുന്നത് ഇത് വായിക്കരുത്, പറയരുതെന്ന്. ഇവനെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നഷ്ടപ്പെടാതിരിക്കട്ടെ. അവരെ ഒന്നും വഴക്കല്ല, പോട്ടെ, പ്രാർത്ഥിക്കാം. ദൈവമേ ഇവനെല്ലാം വെളിവുണ്ടാകാൻ. കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചു. ഈ ശൈലി അല്ലെങ്കിലും കർത്താവ് പറഞ്ഞില്ല, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയാൻ ബുദ്ധിയെ തുറക്കട്ടെ. പിന്നെ വേറൊരു ഭാഷ യേശു പറയണോ? യേശു പറഞ്ഞതാ, പിന്നെ പറഞ്ഞു തന്നെ മന്ദബുദ്ധി. നമ്മുടെ ഇടയിൽ ഇപ്പൊ ഒത്തിരി മന്ദബുദ്ധികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ യേശു കർത്താവ് നേരിട്ടാ പറഞ്ഞത്, സങ്കീർത്തനത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സങ്കീർത്തനമെല്ലാം പഠിച്ച്, ചില സങ്കീർത്തനങ്ങൾ മുഴുവൻ യേശു കർത്താവിനെ പറ്റിയാ. പിന്നെ മിക്ക സങ്കീർത്തനങ്ങളിലും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലാം ക്രിസ്തുയേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാ ഒത്തിരി പോകുന്നത്? 2:12 മുമ്പേ കേട്ടല്ലോ, അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ. യേശുവിനെ പറ്റിയാ. 22-ാം സങ്കീർത്തനത്തിന്റെ 11 മുതൽ 23 വരെയുള്ള തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ തിരുമേശയോട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത് ഇതെല്ലാം അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ കുറിക്കുന്ന തിരുവെഴുത്തുകളെ. ഓടിച്ചൊന്ന് വായിച്ചോ 22:11 മുതൽ താഴോട്ട് പെട്ടെന്ന്. കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാൻ കൂട്ടന്മാർ ബുഭുക്ഷയോട് അലറുന്ന സിംഹമെന്ന പോലെ എന്നെ അവർ എന്റെ നേരെ വായ് വിളർക്കുന്നു. പിന്നെ ഞാൻ വെള്ളം പോലെ തൂകി പോകുന്നു, എന്റെ അസ്ഥികളെല്ലാം ഈ ഭാഗമെല്ലാം നിങ്ങൾക്ക് അറിയാതെ കൊണ്ട് വിവരിക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിക്കുന്ന തിരുവെഴുത്തുകളാ. അപ്പൊ സങ്കീർത്തനത്തിലെല്ലാം അവിടുത്തെ പറ്റി എഴുതിയിരിക്കുക. 40-ാം സങ്കീർത്തനത്തിലുണ്ടല്ലോ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പുസ്തകത്തിനുള്ളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സങ്കീർത്തനത്തിൽ സിംഹമാകൂ യേശുവിനെ പറ്റിയാ.
അന്നേരം ആ പുതിയ ഉപദേശക്കാര് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇറങ്ങി വന്നു വെച്ച് പറയാം, ഇത് വായിക്കരുത്, വായിപ്പിക്കുന്നുമില്ല, പേടിച്ച് ചിലർ വായിക്കുന്നുമില്ല. ഒരു വിടലയൊരുക്കെ ചോദിച്ചു ഇത് കുത്തിക്കെട്ടിയത് ആരാന്ന്. പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒന്നിച്ച് അവനതാ അറിയണ്ട കുത്തിക്കെട്ടിയത്. ഞാനേ കേട്ടപ്പം പറഞ്ഞു, എന്നാ ചെയ്യാൻ, അവനെ കുത്തിക്കെട്ടാതിരിക്കട്ടെ, അതേ പ്രാർത്ഥിക്കാനിപ്പോൾ നോക്കും. വേറൊരുത്തം പറഞ്ഞു ഇത് കീറിക്കളയാൻ. ഏതാ പഴയ നിയമം മൊത്തം? അവനും വെളിവുള്ളവനല്ല അല്ല. അന്നേരം ഞാൻ പറഞ്ഞു അവന് ദൈവം കീറാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ബുദ്ധി ഉണ്ടാകാൻ. ഒരു കാര്യം ഉറപ്പിച്ചും നിറപ്പിച്ചും പറയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ സംസാരിക്കാം, പ്രസംഗിക്കാം, ധ്യാനിക്കാം, പഠിക്കാം. കാരണം എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്. ഇതിനകത്തെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ആട്ടെ വിവരിക്കുന്നില്ല. അപ്പൊ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ് ഇന്ന് രാത്രി തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ദൈവരാശി ഒരിക്കൂടെ വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. മതി മതി മതി. ഇന്ന് രാത്രിയിൽ ദൈവ ശബ്ദം നമ്മെ കേൾപ്പിക്കാൻ പോവുക. ദൈവത്തിന്റെ ശബ്ദം പല നിലകളിലാണ്. നമ്മൾ തിരുവെടുത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ദൈവം വളരെ ശാന്തമായിട്ടും സംസാരിക്കും, ശക്തമായിട്ടും സംസാരിക്കും. വേറെ പുസ്തകത്തിൽ 3 പ്രയോഗം കൊടുത്തിട്ടുണ്ട്, 3 അല്ലെങ്കിൽ കൂടുതലുണ്ട്. ആദ്യത്തെ ശബ്ദം കൽപ്പിച്ചെന്നുള്ളത് ഉൽപ്പത്തി 1-ല്. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ 1, 2, 3 വായിക്കുമ്പോൾ ദൈവം കൽപ്പിച്ചു, അതാ ശബ്ദം. അപ്പൊ ഈ ശബ്ദത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. വളരെ ശാന്തമായിട്ടും ദൈവം നമ്മോട് സംസാരിക്കും, വളരെ ശക്തമായിട്ട് ഇടപെടും. 3 വാക്യം വായിക്കുമ്പോൾ ശബ്ദത്തിന്റെ 3 വകഭേദങ്ങൾ കാണാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ഉം ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 14-ഉം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 12-ഉം 3 ഇതെല്ലാം അറിവുള്ള വാക്യം, എല്ലാം അറിയാം. ഇവിടെ ഇരിക്കുന്നവർക്കല്ല ഇത്. അതുകൊണ്ടല്ലേ ബൈബിള് പോലും കൊണ്ടുവന്നിട്ടില്ല ചിലര്. എല്ലാം അറിയും. കൊണ്ടുവന്നവരൊട്ട് തുറക്കുന്നുമില്ല. ആള് അതിലും തിട്ടം. ഇനിയിപ്പം തുറക്കുമൊന്നും വേണ്ട. അവര് 2 പേരെ ചുമതലപ്പെടുത്തി, മാന്യ ദൈവരാശിമാര് സൂസനും റോസമ്മയും. നിങ്ങൾ വായിരും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ 3 വാക്യം വായിച്ചു കേട്ടോ, അത് നിങ്ങൾ അതിനിടെ മറന്നു. വെളിപ്പാട് 1:15, ഇയ്യോബ് 26-ന്റെ 14, അതുപോലെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19, 12, 3 പദമുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം അവിടുത്തെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. ഇനി ഇയ്യോബ് 26:14, എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങളത്രേ, നാം അവനെ കുറിച്ച് ഒരു മന്ദസ്വരം. ഇനി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ന്റെ 12, താളമടിക്കുമ്പോ ഇടത്ത് വശത്ത് മേളില് ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും അങ്ങനെയല്ലയോ വായിച്ചോ, തെറ്റിയിടുന്ന ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും അല്ലെന്ന് ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. മതി, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഏലിയാവ് ഗുഹയ്ക്കകത്തിരിക്കുക. പശ്ചാത്തല ഭാഗം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് വിസ്തരിക്കണ്ടല്ലോ, അറിയാമല്ലോ. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്താ കാര്യം? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭൂകമ്പത്തിന്റെ പുറകെ ഒരു തീ. ആ തീയിലും യഹോവ. അന്നേരം നമ്മുടെ ആൾക്കാർ പറഞ്ഞ കത്തട്ടെന്ന്. ആ തീ ഇവിടെ ഒന്നും അറിയാൻ മേലെ. ഇപ്പൊ ഒരു പാട്ട് കൊണ്ട് തീ പോലെ, ഈ തീ പോലെ ഇറങ്ങണേ എന്നൊക്കെ പറഞ്ഞ് ചാടുകയും തുള്ളുകയും ഇതെല്ലാം വെച്ച് അങ്ങോട്ട് അതുമെല്ലാം വെച്ച്, എൻ്റെ ഭാഷ നല്ല അനത്തുക. പക്ഷേ തീ ഒന്നും ഇറങ്ങുന്നില്ല. നമ്മളങ്ങ് ആർട്ടിഫിഷ്യലായിട്ട് തീ ഉണ്ടാക്കുക.
തീ ഇറങ്ങുന്നില്ലെന്ന് പറയാൻ ഒരു കാര്യം പറയാം. തീക്ക് ഒത്തിരി വിശേഷതയുണ്ട്. അതിൽ ഒന്ന്, തീ ദഹിപ്പിക്കുന്നതാണ്. ദഹിപ്പിക്കും. ഈ തീ ഇറങ്ങിയിട്ട് പലതും ദഹിക്കുന്നില്ലല്ലോ. അല്ല, യോഗത്തിന് തന്നെ ദഹിക്കാതല്ലേ ഇരിക്കുന്ന പലരും. കൂട്ടു സഹോദരന്റെ പാര വെച്ചിട്ട് രമ്യതപ്പെട്ടിട്ടില്ല, അത് ദഹിക്കുന്നില്ലല്ലോ. ഒരു സെന്ററിൽ, ഒരു സെക്ഷനിൽ, അല്ലെ ഒരു ലോക്കൽ സഭയിലുള്ളവർ തമ്മിൽ രമ്യതപ്പെടുന്നില്ല, അത് ദഹിക്കുന്നില്ലല്ലോ. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ തമ്മിൽ നിങ്ങൾ എന്തേലും ഒന്ന് പറ, എന്നെ ഒന്ന് സഹായിക്കേ. ആട്ടെ ആട്ടെ. അപ്പൊ ഈ കത്തുന്നതൊന്നും ശരിയായ തീ അല്ല. മൈക്കിന്റെ ഓളിയം കൂട്ടിയത് കൊണ്ടോ, ഇതിങ്ങനെ ഹൈപ്പിച്ച് ഞങ്ങൾ പാടിയത് കൊണ്ടോ, ഇത് 2-3 വെച്ച് അവനിങ്ങനെ ഇങ്ങനെ മോന്റെ കാര്യം അല്ല കേട്ടോ, പൊതുവില്ല കേട്ടോ, ഉഴപ്പരുത്. ഇങ്ങനെ ഇത് തബല ഇവനെ കുത്തിയിട്ട് നിങ്ങൾക്ക് കണ്ണടച്ച് കമന്ന് കിടന്ന് അടിച്ചോണ്ടോ. നമ്മൾ പറയും ഭയങ്കര അന്തരീക്ഷമായിരുന്നു, കത്തിച്ചു. കത്തി ഒരു കത്തലെന്നല്ല, കത്തുന്നെങ്കിൽ ഇതെല്ലാം ദഹിക്കണ്ടേ? ദഹിക്കണ്ടേ? ദൈവത്തിന് ഇന്ന് രാത്രി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കത്തലല്ല, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിലൊരു കത്തലുണ്ടാകണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഇവിടെ വിട്ടുപോകുമ്പോൾ ദഹിക്കേണ്ടതെല്ലാം ദഹിക്കണം, കത്തേണ്ടതെല്ലാം കത്തണം. TPM-കാർ പാടുന്നൊരു പഴയ പാട്ടുണ്ട്, വരിയെല്ലാം അനിൽ അറിയാമെങ്കിൽ പാടണം. ബലിപീഠത്തിൽ വയ്ക്കുന്നിപ്പോൾ ദഹിപ്പിക്കന്നെ നീ, പൂർണ്ണചാരമാക്കി തീർത്തിടുക നിൻ മഹിമയ്ക്കായി. ബലിപീഠത്തിൽ വയ്ക്കുന്നിപ്പോൾ ദഹിപ്പിക്കന്നെ നീ, പൂർണ്ണചാരമാക്കി തീർത്തിടുക നിൻ മഹിമയ്ക്കായി. ബലിപീഠത്തിൽ വയ്ക്കുന്നിപ്പോൾ ദഹിപ്പിക്കന്നെ നീ, പൂർണ്ണചാരമാക്കി തീർത്തിടുക നിൻ മഹിമയ്ക്കായി. പാടാൻ നേരമില്ല, അപ്പൊ ശ്രദ്ധിച്ചേ. ശരിക്കും തീ ഇറങ്ങിയാൽ ഇത് ചാരമാകും. ഇന്ന് ചില പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തീ തിരുവല്ലായിൽ തീ കുന്താവും. തിരുവല്ലായിൽ തീ, വള്ളികുന്നത്ത് കുമ്പനാട്ട് തീ, മിക്കവാറും പറന്തല് തീ. എന്തോ തീ, പിന്നെ ഈ ഞാൻ തീക്കെതിരല്ല, ശരിയായ തീയാണെങ്കിൽ കത്തും. ദഹിക്കേണ്ടത് ദഹിക്കും, ചാരമാകേണ്ടത് ചാരമാകും. ഈ തീ കത്തിച്ചു പിന്നെയും കമ്മറ്റി കൂടുമ്പോൾ മറ്റവനിട്ട് പാരയോ, അപ്പം ഇത് തീയാന്നോ? ജോസ് മാസ്റ്റർ സത്യം പറയണം, രണ്ടിലോ നിന്ന് അറിയുക. ദൈവത്തിന് മഹത്വം. ഇതൊന്നും ശരിയായ തീ അല്ല. ദൈവത്തിന് മഹത്വം. തീ ഇല്ലെന്നല്ല, തീ ഉണ്ട്, അത് കത്തുന്നടോ ഉണ്ട്, അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയും അതിവിടെ കത്തും. അത് പൊതുവിലല്ല, ചില ഹൃദയങ്ങളിൽ. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം, നമ്മുടെ വിഷയത്തിൽ വരാൻ, ദൈവത്തിന്റെ ശബ്ദം മൃദുവായ ശബ്ദമുണ്ട്, മന്ദസ്വരമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ, ശക്തമായിട്ടും ദൈവം നിന്നോട് ഇടപെടും, വളരെ ശാന്തമായിട്ടും ദൈവം നമ്മോട് ഇടപെടും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ശക്തമായിട്ട് ഇടപെട്ടാലും ശാന്തമായിട്ട് ഇടപെട്ടാലും ഏറ്റെടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അനുഗ്രഹമാണ്. എനിക്ക് ചിലരെ അറിയാം, നമ്മുടെ ഇടയിൽ തന്നെ ചില ബഹുമാന്യ കർത്തദാസന്മാർ എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായിട്ട് നന്നായിട്ട് വചനം പറയും. അത് അടുക്കടുക്കായിട്ട് ശ്രദ്ധിച്ചിരുന്നൊക്കെ മനസ്സിലാകും. വളരെ നന്നായിട്ട് ദൈവവചനം എനിക്ക് പലരെ അറിയാം. വലിയ ബഹളമൊന്നുമില്ല, നന്നായിട്ട് ദൈവവചനം പറയും. നമ്മുടെ ചില ആൾക്കാർ ഇത് കേട്ട് വെച്ച് പറയും, ഓ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് കൊണ്ടപ്പോൾ വലിയ കൃപയൊന്നും ഉള്ള ആണല്ലോ. അതേസമയം വേറെ ചിലരെ അറിയാം, ഒരു കഴമ്പുമില്ല, പുസ്തകം അറിയാൻ മേല, പുസ്തകക്രമം അറിയാൻ മേല, എന്നതാന്ന് പോലും അറിയാം. ചുമ്മാ നിന്നങ്ങ് അലറുക. ഈ അലറും ചാട്ടവും തുള്ളലും കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ
എന്തോ ആയിരുന്നു പുള്ളി, എന്തുവാ പുള്ളി എല്ലാം പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇടയില് ഒരു ധാരണയുണ്ട്, ശാന്തമായിട്ട് പറഞ്ഞാൽ ദൈവാത്മാവല്ല, ഒച്ചത്തിൽ പറഞ്ഞെങ്കില് അതിന് നമ്മുടെ ആൾക്കാർ കിടന്ന് അലറുക. വല്ല ജാതി ഇതെല്ലാം ഒന്ന് കൈയടിക്കട്ടെ, ഒന്ന് ഇളകട്ടെന്ന് ഓർത്ത്. എന്റെ പ്രിയരെ, ശാന്തമായിട്ടും ദൈവം നിന്നോട് ഇടപെടും. അതല്ലേ മൃദുസ്വരം, 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 മന്ദസ്വരം. ശക്തമായിട്ടും ദൈവം ഇടപെടും. ഇന്ന് രാത്രി എങ്ങനെ ഇടപെട്ടാലും ഏറ്റെടുക്കുന്നവർക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ വിഷയത്തിൽ വരാ, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഈ അവിടെ ഏതാണ്ട് 5-6 പ്രാവശ്യം ശബ്ദം 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 എന്ന് കൊടുത്തിട്ടുണ്ട്. ശബ്ദം, യഹോവയുടെ ശബ്ദം, യഹോവയുടെ ശബ്ദം, യഹോവ. എന്താ ഇങ്ങനെ കൂടെ കൂടെ കൊടുക്കാൻ? ഈ ശബ്ദത്തിന് ശക്തിയുണ്ട്. ഈ ശബ്ദത്തിന് ശക്തിയുണ്ട്. നമ്മൾ ശബ്ദം ഉണ്ടാക്കിയാൽ ഒന്നും നടക്കത്തില്ല, പക്ഷെ ദൈവം ശബ്ദിച്ചാൽ വല്ലതും നടക്കും. ദൈവത്തിന്റെ മഹത്വ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത, ഇല്ലാത്തതിനെ ഉളവാക്കും. സ്തോത്രം. ചിലതിനെ നിർമൂലമാക്കും, ചിലതിനെ ഇല്ലാതാക്കും. അതാ ദൈവത്തിന്റെ ശബ്ദം. ആട്ട് നമ്മുടെ വിഷയത്തിൽ വരാം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. എന്തുകൊണ്ടാണ് ഇത് നടുങ്ങാൻ കാരണം? ഇന്ന് രാത്രി ആരാ ചിന്തിക്കുന്നത് ഈ കാദേശ് നടുങ്ങാനുള്ള കാരണം? ഈ കാദേശ് എന്ന വാക്കിന്റെ ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം, അല്ലെങ്കിൽ ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവം വിശുദ്ധം എന്ന് എണ്ണിയ സ്ഥലം. അതാണ് കാദേശ്, ദൈവത്തിന് വിശുദ്ധം. ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. ആ പേര് ഇങ്ങനെ ഏൽ മിഷ്പാത്ത് എന്ന. ഏൽ മിഷ്പാത്ത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-7 തിരുവെടുത്തൊന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി 14:6 വായിരേ. ഏമിരെ എന്ന് ചേർത്തങ്ങ് വായിച്ചു. അത് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. മൈക്കുക ഓസമാമോ, മൈക്കുക. കിരിയാത്തീമിലെ ഏമ്യരെയും സേയിർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാര വരെ തോൽപ്പിച്ചു. പാരയല്ല, പാരാൻ. വായിച്ചോ വായിച്ചോ. പിന്നെ അവൻ തിരിഞ്ഞു, പിന്നെ അവർ തിരിഞ്ഞു കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്ന്. മതി, അതാണ് നമ്മുടെ ചിന്ത. അതും അപ്പൊ ഏമ്യരെയും സേയിർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ഈ വേദപുസ്തകത്തിൽ പേരുകൾക്കെല്ലാം ഒത്തിരി അർത്ഥമുണ്ട്. അത് സ്ഥലനാമമാണെങ്കിലും കൊള്ളാം, വ്യക്തിനാമമാണെങ്കിലും കൊള്ളാം, വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം, അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാരും ഒക്കെ വന്ന കാര്യമെല്ലാം പറഞ്ഞേച്ച് പിന്നീട് അബ്രഹാമിനോട് പറഞ്ഞ ഭാര്യ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. സാറായി അകത്തുണ്ട്, കൂടാരത്തിനകത്ത്. ഇതെല്ലാം പറഞ്ഞേച്ച് ദൈവം ഒടുവിൽ പറയാ, ഇനി നിന്റെ പേര് സാറായി എന്നല്ല, സാറാ. മിക്കയിടത്തും സാറാ, മിക്ക വീട്ടിലും നമ്മൾ കൂട്ടി അവര്. ഇനി നിന്റെ പേര് സാറായി എന്നല്ല, പിന്നെയോ സാറ, വേറെ സാറ. അപ്പം എനിക്ക് ആംഗലേയ ഭാഷയൊന്നും വലിയ വശമില്ല, വശമേ ഇല്ല. പേരിനൊരു ചെറിയ വ്യത്യാസം. സാറായി അങ്ങ് മാറ്റി സാറ. അപ്പൊ സാറായിയുടെ ഐ അങ്ങ്, സാറായിക്ക് ഐ ഉണ്ട്, സാറായിക്ക് അയ്യോ ഐ അല്ലേ പ്രശ്നം? സഭയിലെല്ലാം ഇതായി. ഞാൻ പറയാൻ പോലെ പാസ്റ്റർ വേണം ഇവിടെ പ്രവർത്തിക്കാൻ, എന്നോട് ചോദിച്ചു വേണം ഇവിടെ ഓരോ കാര്യവും ചെയ്യാൻ. എന്നോട് ചോദിക്കാതെ ഇവിടെ ഇരുന്നവരൊക്കെ അനുഭവിച്ചേച്ചാ
അത് വള്ളികുന്നമാന്നേലും പൂങ്കൊന്നമാന്നേലും മാവേലിക്കര ആന്നേലും ഫസ്റ്റ് സ്റ്റേജ് ആന്നേലും ലാസ്റ്റ് സ്റ്റേജ് ആന്നേലും അവിടെ അങ്ങനെ പത്തനാപുരത്തും അങ്ങനെ എല്ലായിടത്തും അതൊക്കെ തന്നെ. ദൈവത്തിന് മഹത്വം. ഞാൻ പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നാമം ജപിക്കും. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാ വന്നത് ചിലർക്കറിയാം. അപ്പൊ അങ്ങനെ നാമം ജപിക്കുക. ഹരിനാമ കീർത്തനത്തില് ഒരു വരിയുണ്ട്, അതിലൊരു വരി ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക. ആ വരി ഇങ്ങനെ, ആനന്ദ ചിന്മയകരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക. നല്ലൊരു പ്രയോഗമാണ്. അത് വീട്ടിലാന്നേലും സഭയിലാന്നേലും എവിടാന്നേലും ഈ ഞാനെന്ന ഭാവം അതകത്ത് കയറിയ പ്രശ്നമാണ്. ആട്ടെ, നമുക്ക് ആ ഭാഗം വിടാം. അപ്പൊ സാറായിയുടെ ഐ അങ്ങ് വെട്ടി, സാറാ റെഡിയായി. ഇപ്പം വെറും സാറാ. അപ്പൊ ഈ സ്ഥലനാമത്തിന് വിശേഷമുണ്ട്, വ്യക്തികളുടെ നാമത്തിന് വിശേഷതമുണ്ട്. ആട്ടെ, നമുക്ക് എടുത്ത ഭാഗത്തേക്ക് വരാം. അപ്പൊ ഈ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ശ്രദ്ധിക്കുക, ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്ന്. ഏൽ മിഷ്പാത്ത് വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലം. കാരണം നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. ഉൽപ്പത്തി 1 സൃഷ്ടിവൃത്തം, 2-ാം അധ്യായത്തിൽ ഏദൻ തോട്ടം നിർമ്മിച്ച് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു. 3-ാം അധ്യായത്തിൽ പാമ്പ് തോട്ടത്തിൽ കയറി. 4-ാം അധ്യായത്തിൽ അറിയാം കയ്യൻ ഹാബേലിനെ കൊന്നു. 5-ാം അധ്യായം സെമിത്തേരുടെ അധ്യായം, എല്ലാവരും മരിച്ചെന്നുള്ളതാണ്. 6-ാം അധ്യായം മനുഷ്യന്റെ പാപം നിമിത്തം ശിക്ഷ നടത്തുവാൻ പദ്ധതി കിടുന്നു, അതിന് പെട്ടകം പണിയണം. 7-ാം അധ്യായത്തിൽ അതിന് കണക്കും കാര്യവും കൊടുത്തു. 8-ൽ വെള്ളപ്പൊക്കം ഉണ്ടായി. പെട്ടകത്തിനകത്ത് നോഹയും കുടുംബത്തെ സുരക്ഷിതരാക്കി. 9-ൽ വെളിയിലിറങ്ങി യാഗപീഠം പണിതു. 10-ാം അധ്യായത്തിൽ ഇവരുടെ കുടുംബ പശ്ചാത്തലവും ചരിത്രവും കാണുന്നു. 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം പണിയുവാൻ പദ്ധതി ഇടുന്നു. അത് പൊളിഞ്ഞ വിഷയം നമുക്കറിയാം. 12-ൽ 11-ന്റെ ഒടുവിലും 12-ന്റെ ആരംഭത്തിൽ അബ്രഹാമിനെയും കുടുംബത്തെയും വിളിച്ചു വേർതിരിക്കുന്നു. 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവർ തെക്കേ ദേശത്ത് വന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യുദ്ധം നടക്കുക. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം. അമ്രാഫേൽ, അരിയോക്ക്, കദർലായ മോർത്തീദാൽ, ആദിയായ ബാബിലോണിന് ചായ്വുള്ള 4 പേര്, ബേരാം, ബിർശ, ശിനാവ്, സോവർ, ആദിയായ സോദോമിയ ചായ്വുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. വേറെ പുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, 4 പേര് 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. പലരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ടു. പിന്നെ നിന്റെ സഹോദരപുത്രർ ലോത്ത് അവന്റെ ഭാര്യ സമ്പത്തെല്ലാം പിടിച്ചു കൊണ്ടുപോയി. അന്ന് അബ്രഹാം മമ്രയുടെ തോപ്പില. മമ്ര എന്നുള്ളത് ഒരു അമോര്യനാ. അവന് 2 സ്നേഹിതന്മാരുണ്ട്, ആനേർ, യെഷ്കോൽ. അങ്ങനെ പെട്ടെന്ന് അബ്രഹാം മമ്ര, ആനേർ, യെഷ്കോൽ, തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസികൾ. അങ്ങനെ 318 321 അബ്രഹാമിനെ കൂട്ടി 322 പേര് കണക്കൊപ്പിച്ച് യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ എബ്രായനായ അബ്രഹാമിന് ദൈവം ജയം കൊടുത്തു. ആ യുദ്ധത്തിൽ അബ്രഹാം ജയിച്ചു. ശിഷ്ടമുള്ള ജനത്തെയെല്ലാം അവിടെ നിഗ്രഹിച്ചു. അപ്പോൾ ഇവരെ കൊന്ന് മുടിച്ചു കളഞ്ഞ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്നർത്ഥം വന്നത്. എന്നാൽ ആ ന്യായവതിയുടെ സ്ഥലത്ത് പിൽക്കാലത്ത് ദൈവം ശുദ്ധീകരിച്ചു, വിശുദ്ധമാക്കി. അതാണ് കാദേശ്. ഇന്ന് രാത്രി ഒരിക്കൽ ഇത് ന്യായവതിയുടെ സ്ഥലമായിരുന്നു. ആ ന്യായവതി മാറ്റി ആ സ്ഥലത്തെ വിശുദ്ധീകരിച്ച് വിശുദ്ധമാക്കി തീർത്തു. എന്താ ഇത് പറയാൻ ഇത്രയും പറയാൻ കാര്യം? ഇത് നമ്മോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളുമെല്ലാം ഒരു കാലത്ത് ന്യായവതി എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ തിയോളജി പരമായിട്ട് പറഞ്ഞാൽ ശിക്ഷാവിധിക്ക് യോഗ്യരായി പോയവരാ. ദൈവത്തിന് മകത്ത് ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് പാപത്തിന്റെ പടികുടിയിൽ, പിശാചിന്റെ പിടിയിൽ, നാശകന്റെ കയ്യിൽ
ഓ ജീവിതം ഒടുക്കുവാൻ, അവസാനിപ്പിക്കുവാൻ ആത്മഹത്യക്ക് പോലും ഒരുങ്ങി. ആർക്കും എന്നെ വേണ്ട, എല്ലാവരാലും വെറുക്കപ്പെട്ടു, തള്ളപ്പെട്ടു. ഇനി ആത്മഹത്യ മാത്രമേ എന്റെ മുമ്പിലുള്ളല്ലേ, വിഷം കടിക്കുക, എന്നെ ആർക്കും വേണ്ടെന്ന് ചിന്താഭാരത്തോട് ആമനെന്ന നാശകുടിയിൽ കിടന്ന് എന്നെയും നിങ്ങളെയും കാൽവറിയിൽ സ്നേഹം തേടി വന്ന് ആ ന്യായവതിയിൽ നിന്ന്, അല്ല ശിക്ഷാവിധിയിൽ നിന്ന് യേശു കർത്താവ് നമ്മളെ രക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. നമ്മളെ രക്ഷിച്ചു. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ രക്ഷിച്ച് ഈ കൃപയിൽ കൊണ്ടുവന്നു, നമ്മളെ വിശുദ്ധരാക്കി തീർത്തു. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ സംബോധന ചെയ്യുന്നത് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക്. പിന്നെ നമുക്കൊത്തിരി വിശേഷ പദങ്ങളുണ്ട്. കാൺമീൻ നാം ദൈവമക്കൾ. പിന്നെ നമുക്ക് വേറൊരു വിഷയത്തോടനുബന്ധിച്ച പരദേശികൾ. പക്ഷെ നമ്മളെ കണ്ടാലൊന്നും പറയുകയല്ല, പരദേശികൾ. ഇങ്ങനെ ഒത്തിരി വിശേഷണ പദം നമുക്കുണ്ട്. അപ്പോൾ ഒരു കാലത്ത് ന്യായവിധിക്ക് അല്ലെങ്കിൽ ശിക്ഷാവിധിക്ക് അർഹരായി പോയ എന്നെയും നിങ്ങളെയും ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർത്ത് കാൽവറിയിൽ കൂടിയുള്ള മഹാസ്നേഹത്താൽ നമ്മെ രക്ഷിച്ച് ദൈവവൈതലാക്കി തീർത്തു. അതാ സുവിശേഷം. അപ്പൊ ഇത് നമ്മുടെ മഹായോഗമായതുകൊണ്ട് സുവിശേഷത്തെ പറ്റിയും രണ്ട് കാര്യം പറയണം. എന്താണ് സുവിശേഷം, എന്തിനാണ് സുവിശേഷം, ആര് സുവിശേഷം കേൾക്കണതൊക്കെ അടുക്കടുക്കായിട്ട് പറയേണ്ട, അതിലോട്ടൊന്നും കയറുന്നില്ല. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. അത് 2-3 കാര്യം പറഞ്ഞ് ഈ ഭാഗത്തോട്ട് പറയാം. സുവിശേഷം മുഖാന്തരമാണ് നമ്മുടെ ന്യായവിധിയെല്ലാം മാറ്റി നമ്മളെ രക്ഷിച്ചത്. ഇന്ന് രാത്രി ആരെങ്കിലും ഈ അനുഭവത്തിൽ പോകുന്നെങ്കിൽ ഈ സുവിശേഷം നിന്നെ രക്ഷിച്ച് നിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ച് ദൈവവൈതലാക്കും. സുവിശേഷത്തിന്റെ 2-3 വിശേഷത വായിച്ച് സഹായിക്കണേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്പം തെറ്റൊക്കെ വന്നാലും പേടിക്കുമൊന്നും വേണ്ട. എനിക്കറിയാവുന്നതാണ്, ഞാൻ തിരുത്താം. അറിയാൻ മേലാത്താന്നെ അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ നിങ്ങൾ 2 അങ്ങ് വായിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാലും എനിക്ക് വായിച്ചു തരാൻ നിങ്ങൾ വളരെ എന്ത് ത്യാഗവും സഹിച്ച് പലരോടും പറഞ്ഞു കാണുമായിരിക്കും വായിക്കാം. അപ്പം പല പെണ്ണുങ്ങളും പറഞ്ഞു കാണും, ഓ അമ്മ അയാൾക്ക് ബോധവും വിവരമുള്ളവനല്ല, ഞങ്ങളൊന്നും വായിക്കാൻ പറഞ്ഞു കാണും. പിന്നെ അപ്പൊ ഇതുങ്ങൾ 2 പറഞ്ഞ് എന്ത് മരുന്നെടുത്ത് വെച്ച് കാണാം. പുള്ളിയുടെ കൈക്ക് തീര് കാണുന്ന ഈ കൈക്ക് തീരട്ടെ, ഒരു കുഴപ്പവുമില്ല. 2 പേരെയും ദൈവം, ഞാൻ യോഗം കഴിഞ്ഞ തലയെ കൈ വെച്ച് അനുഗ്രഹിച്ച് വെച്ചേ വിടുവുള്ളൂ. 2 പേരെയും ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് മകത്ത്. അപ്പം വായിക്കാം സുവിശേഷത്തിന്റെ വിശേഷത. എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എന്തിനാ ഇത് കേൾക്കുന്നത്? അവന് കേൾക്കാനുള്ള ഗുണം. അപ്പോൾ സുവിശേഷത്തിന്റെ ചില വിശേഷത ഒന്ന് പറഞ്ഞേച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താ സുവിശേഷത്തിന്? ഒത്തിരി വിശേഷതയുണ്ട്. 2-3 വിശേഷത. ഒന്ന്, ഈ സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1:16 പെട്ടെന്ന് വായിച്ചു. സുവിശേഷം രക്ഷിക്കും. പെട്ടെന്ന് വായിച്ചു. ചടികടാന്ന് 2 പേരും വായിച്ചു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി. ഇത് രക്ഷയ്ക്കായി ദൈവശക്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വള്ളികുന്നത്തുള്ള പ്രിയപ്പെട്ടവരെ, ശബ്ദപരിധിയിൽ ദൂരത്തിരുന്ന് ഓൺലൈനിൽ കേൾക്കുന്നവരെ, സുവിശേഷത്തിന്റെ മാഹാത്മ്യം, വിശേഷത, വൈശിഷ്ട്യം എന്താ ധാരാളമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിഷയത്തോട് ബന്ധപ്പെട്ട് പറയട്ടെ. സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. മറ്റൊരുത്തലും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രം രക്ഷകൻ. യേശുക്രിസ്തു ഏകരക്ഷകൻ, ലോകരക്ഷകൻ. യേശുക്രിസ്തു കൂടി മാത്രം രക്ഷ. ഇന്ന് രാത്രി ഈ സുവിശേഷം നിന്നെ രക്ഷിക്കും. സാധാരണ ഞാനിതെല്ലാം വിശദീകരിച്ചാ പറയുന്നത്, വിഷയമല്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. 2 സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് മാനുഷികമല്ല. ഗലാത്യലേഖനം 1:11. ഗലാത്യർ 1:11. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല. മതി. അപ്പൊ സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് മാനുഷികമല്ല. മാനുഷികമായിരുന്ന എന്നേ തകർന്നേനം. പള്ളികുന്നത്ത് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നവർ ഒരാളായിരിക്കും, അല്ലെ ഒരു കുടുംബമായിരിക്കും. ഇത് മാനുഷികമായിരുന്ന അന്നേ ഇത് തകർന്നേനം. അല്ല, ഈ മാർഗത്തെ തകർക്കുമെന്ന് ഇവരെ ഇവിടെ വെക്കുകയല്ലെന്നും ഇത് ഈ ചേമ്പ് ഈ കലത്തിനകത്ത് വേകുകയല്ലെന്ന് എനിക്ക് തോന്നുന്നു. വള്ളികുന്ന സഭ ഒരു 90 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്ന് തോന്നുന്നില്ലയോ? പിന്നെ ഇരിപ്പ് കാണുമ്പോ അറിയും. ഇരിപ്പ് കാണുമ്പോ 90 അല്ല. അപ്പോൾ ആരംഭ
കാലത്ത് എനിക്ക് ചരിത്രമൊന്നും അറിയത്തില്ലെങ്കിലും അവരുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ കാണും. ഇങ്ങനത്തെ സാഹചര്യം ഒന്നും വന്നില്ല. പാട്ടകൊട്ടി കളിയാക്കിയവരുണ്ട്, കന്ന് ചാണകം തളിച്ചവരുണ്ട്, പന്തി നിറക്കി വിട്ടവരുണ്ട്, ആക്ഷേപിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. മുമ്പേ പറഞ്ഞു, ഈ ചേമ്പി കാലത്ത് വേഗത്തില്ല, വള്ളികുന്നത്ത് ഇത് വേര് പിടിക്കാൻ അനുവദിക്കത്തില്ല, മാവേലിക്കരയിൽ ഇത് ഉറപ്പിക്കത്തില്ല, അല്ല കേരളത്തിൽ ഉറപ്പിക്കത്തില്ല എന്നൊക്കെ രംഗത്ത് വന്ന മിടുമിടുക്കന്മാര്, സമുദായക്കാരും മറ്റ് ഹൈന്ദവ സ്നേഹിതന്മാരും ചിലയിടങ്ങളിലൊക്കെ എല്ലാം നാനാജാതി മനസ്ഥരും എല്ലാം മിടുക്കന്മാരും രാജാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ വന്നു. പക്ഷേ ഇത് തകർന്നില്ല, ഇത് തകർന്നില്ല, ഇത് തകർക്കാൻ ഒക്കത്തില്ല. കാരണം ഒന്നുകൂടെ പറയാ, ഇത് മാനുഷികമല്ല. അതുകൊണ്ട് എനിക്ക് ലോകത്തോട് പറയാനുള്ളത്, നീ ഇതിനെ തകർക്കാൻ വരരുത്, ഇതിനെ നശിപ്പിക്കാൻ വരരുത്, ഇതിനോട് കയറി ഒതയ്ക്കരുത്, നീ മുള്ളിനോട് കയറി ഒതയ്ക്കരുത്. ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ്. ദൈവത്തിന് മഹത്വം. ഒത്തിരി സംഭവങ്ങളൊക്കെ ചേർത്താണ് ഇത് പറയേണ്ടത്. ഞാൻ അങ്ങ് വിഴുങ്ങുക, കാരണം എടുത്ത വിഷയത്തിൽ വരണം. അതുകൊണ്ടാണ് ഇത് 9-1 നിർത്തുകയല്ല കേട്ടോ. ആ പൂതികളൊക്കെ അങ്ങ് മനസ്സിരുന്നാൽ മതി. അവ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗം. സ്നേഹിത സുഹൃത്തെ, പ്രിയ സഹോദര, ഇന്ന് രാത്രി സുവിശേഷം നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, ഈ ദേശത്തെ രക്ഷിക്കും, ഈ രാജ്യത്തെ രക്ഷിക്കും, ഈ സമൂഹത്തെ രക്ഷിക്കും. ഏത് വ്യക്തിയെയും രക്ഷിക്കുന്ന ഒരേ ഒരു മാർഗം, അത് സുവിശേഷം. 2, ഇത് മാനുഷികമല്ല. സ്തോത്രം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ഇടിക്കുവിൻ പേയിൻ കോട്ട നാം ഇടിക്കുവിൻ, ജാതി ഭേദങ്ങൾ മുട്ടിക്കുവിൻ, സ്നേഹത്തിൻ കൊട്ടി പിടിക്കുവിൻ, യേശുവിൻ കൊട്ടി രക്ഷയോടുയർത്തിയിടുവിൻ. നാം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. യോഗ്യമേ ഇത് നമുക്കതിഭാഗ്യമേ, രക്ഷിതാവിന്റെ വാക്യമേ, സ്വർലോകരോടൈക്യമേ, യേശുരാജന്റെ സുവിശേഷക്കൊടി കോട്ടത്തോടുയർത്തിയിടണം, വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അതു ബഹു സന്തോഷമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പോൾ ഇച്ഛാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ആ രക്ഷിച്ചത് സുവിശേഷം. ആ സുവിശേഷത്തിന്റെ 1-2 വിശേഷതയായി ഇപ്പൊ പറയുന്നത് പറയാ വാക്യത്തിലോട്ട് വരും. അപ്പോൾ 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, സുവിശേഷം മാനുഷികമല്ല. 3, ഈ സുവിശേഷം നിന്നെ ഉയർത്തും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്ത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:7. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം. ഒന്നുകൂടെ വായിച്ചേ. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ. കണ്ടോ, നിങ്ങൾ ഉയരേണ്ടതിന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം നിന്നെ ഉയർത്തുന്നതാ. നിന്റെ കുടുംബത്തെ ഉയർത്തും, നിന്റെ സന്തതിയെ ഉയർത്തും. ഞാൻ എപ്പോഴും പറയും, ഈ മൈക്കത് ഇവരുടെ കയ്യിലോട്ട് കൊടുത്താൽ, ഇപ്പൊ തരികയല്ല,
കൊടുത്താൽ ഇവരെല്ലാം ഇങ്ങോട്ട് വന്ന് പറയുന്ന ഒരു കാര്യമാ, എൻ്റെ ദൈവം എന്നെ ഉയർത്തി. അല്ല, ഈ മൈക്കാണ്ട് റോസമ്മാമ്മയുടെ കയ്യിലോട്ടും സൂസന്റെ കയ്യിലോട്ടും കൊടുത്താ പറയല്ലേ എൻ്റെ ദൈവം എന്നെ പറയല്ലേ? ഒച്ചുകൊണ്ടുണ്ണിച്ചാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യിലോട്ട് കൊടുത്ത് അധികം ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വന്നിക്ക് പറയത്തില്ല താമച്ചാ. ദൈവത്തിന് മഹത്വം. ഇവിടെ കയറി നിന്ന് പറയും, എൻ്റെ ദൈവം എന്നെ ഉയർത്തി, എൻ്റെ യേശു എന്നെ ഉയർത്തി. സുവിശേഷത്തിന്റെ വിശേഷത, ഒന്ന് രക്ഷിക്കുന്ന മാർഗം, രണ്ട് മാനുഷികമല്ല, മൂന്ന് ഇത് നിന്നെ ഉയർത്തുന്നതാ. അങ്ങനെ ഉയർത്തുമ്പോ ഇത് ചുമ്മാ ഇത് വിശ്വസിക്കാത്തവനും അംഗീകരിക്കാൻ നിന്ന് അങ്ങ് കളിയാക്കുക. അവന്റെ ഒരു പോക്ക്, അവന്റെ ഒരു പോക്ക്, അവന്റെ ഒരു ഇരിപ്പ്. സ്തോത്രം. ഇത് കണ്ണു കടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീയും ഈ മാർഗത്തിൽ വാ, നീയും സുവിശേഷം ഏറ്റെടുക്ക്, നീയും സുവിശേഷത്തെ വിശ്വസിക്ക്. ആർക്കും വിശ്വസിക്കാം, ആർക്കും അംഗീകരിക്കാം, ആർക്കും ഏറ്റെടുക്കാം. ഇത് ഒരു കുടുംബത്തിന്റെ കുത്തകയല്ല, ഒരു സമൂഹത്തിന്റെ കുത്തകയല്ല, ഒരു മതത്തിന്റെ കുത്തക, രക്ഷയ്ക്കുള്ളതാണ്. അപ്പോൾ സുവിശേഷം നമ്മളെ ഉയർത്തുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്തിനാ ദൂരോട്ട് പോകുന്നത്? നമ്മുടെ ആൾക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാനുണ്ട്, ഓസ്ട്രേലിയയിൽ ഒരു കാര്യം നടന്നെന്ന്. ഉള്ളതാണ്, നല്ലതാണ്. കാനഡയിൽ അത് സന്ദർഭോചിതമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല കാര്യമാണ് പറഞ്ഞു. ഇപ്പൊ ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും ഒന്നും പോകണ്ട, നമുക്ക് പറയാനുണ്ടല്ലോ, ദൈവം എന്നെ എന്തിനാ എല്ലാവരുടെയും കാര്യം. എൻ്റെ കാര്യം ഒരു ബോധവും വെളിവും ഉള്ളവനല്ലായിരുന്നു ഞാൻ. പിന്നെ ഇപ്പോഴും ഇല്ല, എന്നാൽ ഇച്ചിരിയെങ്കിലും ബോധം വന്നത് ഈ സുബിച്ചേട്ടൻ ഏറ്റെടുത്തുകൊണ്ട്. അതിന് ഒരു തർക്കവും. ദൈവത്തിന് മഹത്വം. എൻ്റെ അപ്പന് ഒരു കള്ള് ഷാപ്പിലെ ചെറിയൊരു ജോലിയായിരുന്നു. തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങളെ മക്കളെയും വളർത്തി കഷ്ടപ്പെട്ട്. എല്ലാവരും അങ്ങനെ, ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞത്, കഷ്ടപ്പെട്ട് വളർത്തി. എനിക്ക് പഠിക്കാനൊന്നും ഉള്ള കൃപയൊന്നുമില്ലായിരുന്നു, വിദ്യാഭ്യാസമൊന്നുമില്ല. നാളെ ഞാൻ വിദ്യാഭ്യാസം ഒന്നുമില്ലെന്ന് പറഞ്ഞ പോലെ നാളെ പറഞ്ഞോട്ടോ ഇരിപ്പ് കൊണ്ടോ ഒന്നും പറയത്തില്ലെന്ന്. ആ ഇരിപ്പ് കണ്ടാലെന്നും അത് ഞാൻ തന്നെ തള്ളയോട് പറഞ്ഞു. തള്ളയെ പൗലോസ് പറഞ്ഞു, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ, ഡിഗ്രി ഒന്നും കയ്യിലില്ലേലും ഡോക്ടറേറ്റ് ഇരിക്കുന്നത് പോലെ. അപ്പൊ യാതൊരു വെളിവും വെള്ളിയാഴ്ച ഉള്ള ആളല്ലായിരുന്നു ഞാൻ, ഇപ്പോഴും ഇല്ല. പിന്നെ എന്തേലും ഇച്ചിര ഉണ്ടെങ്കിൽ അത് സുവിശേഷം അറിഞ്ഞത് കൊണ്ടാണ്. അതെ, വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. സുവിശേഷം നിന്നെ ഉയർത്തും. എനിക്ക് ആണ്ടിരിക്കുന്നതാണല്ല, ഗൾഫിലുമൊക്കെ പോയി ചാവുന്നില്ല, പോയില്ലേ? ഉള്ള അവിടെ എല്ലാം പറഞ്ഞു ഇന്ദിരാഗാന്ധി പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടു. പിന്നെ സ്തോത്രം. അന ദീർഘവർഷങ്ങൾ ആരും അറിയാതെ പരസ്യം നടത്തൊരു അമ്മയാ. അത് സ്വർഗം കണ്ടു. സ്തോത്രം. വിമാനത്തെ കയറ്റി തള്ളെ പറപ്പിച്ചു, ഇല്ലയോ? ഹല്ലേലൂയ. അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊക്കെ തന്നെ പറയാനുള്ളത്. എനിക്ക് അന്നേ കള്ള് ഷാപ്പിൽ ജോലി കിട്ടുകയുള്ളായിരുന്നു ഇതിനകത്ത് വന്നില്ലെങ്കിൽ. അതല്ലെങ്കിൽ നാമം ജപിച്ചു ആ രീതിയിലൊക്കെ പോവുകയുള്ളായിരുന്നു. എന്നാൽ എൻ്റെ ദൈവമേ, ഈ സുവിശേഷം എടുത്തത് കൊണ്ട്, ഇത് വിശ്വസിച്ചത് കൊണ്ട് യോഗ്യം എല്ലാ നിലയിലും ദൈവം ഉയർത്തിയില്ലേ? വിശേഷിച്ച് ആത്മീക വിഷയത്തിൽ ദൈവത്തിന് മഹത്വം. ഈ ശ്രേഷ്ഠന്മാരാകുന്ന ദൈവദാസന്മാരുടെ കൂടെ ഇരിക്കാൻ അവസരം ലഭിച്ചത് സൂചേട്ടൻ വന്നതുകൊണ്ട്. അല്ലെ, ഒരു 50 കൊല്ലത്തിന് മുമ്പ് എന്നെയോ എൻ്റെ അപ്പനെയോ ഇവരുടെയൊക്കെ വീടുകളിൽ വല്ലതും കയറ്റുമോ? കയറ്റി ആ തീന്മേശയിൽ ഇരുത്തുമോ? നല്ല ഏല. ഇപ്പൊ തന്നെ അത്ര തൃപ്തിയല്ല പലർക്കും. പിന്നെ ആ മോന്തയും മുങ്ങിയൊക്കെ കാണുമ്പോൾ എനിക്കറിയാം, ആ ഇടഞ്ഞൊരു നോട്ടവും നന്നേ. ദൈവത്തിന് മഹത്വം. എന്നാൽ ഇപ്പൊ അവിടെ വന്നപ്പോൾ അവിടെ ദൈവദാസൻ ചായ ഇട്ട് തരാൻ ഒരുങ്ങുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, സമയം പോയി. ഇവിടെ വന്നപ്പോഴാണ്ട് ഈ ബഹുമാന്യ കർത്താവ് എഴുന്നേക്കുന്നു. എഴുന്നേക്കുന്നു. അവരുമെല്ലാം ഞാനങ്ങ് കൈകൊണ്ട് കാണിച്ചില്ല, ഇവരെല്ലാം എഴുന്നേക്കാണ്ടിരിക്കുന്നു. എന്ത് അന്തസ്സായിട്ടായിരിക്കുന്നു. അപ്പൊ ഇവരുടെ കൂടെ ഇവിടെ വന്നിരിക്കാനും ഈ ബഹുമാന്യരായ കർത്തദാസന്മാർ എന്നേക്കാൾ നന്നായിട്ട് വചനം പഠിച്ചവരും പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും, ഞാൻ ജനിക്കുന്നതിന് മുന്നേ സുവിശേഷം പറയാൻ തുടങ്ങിയവരായി ഇതിനകത്തിരിക്കുന്ന പലരും. പക്ഷെ അവരൊക്കെ ഇരിക്കെ ചെയ്ത് എനിക്കിങ്ങനെ അവസരം തരികയും
എന്നിൽ നിന്ന് ശാന്തമായിട്ട് സന്തോഷത്തോടെ കേട്ടിരിക്കുന്നു. നിങ്ങളും ഇവരും. എന്താ കാരണം? സുവിശേഷമാ. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനര, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനര, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, നരർക്കൊപ്പമിരുത്തിയതെന്നയം. കുപ്പയിൽ നിന്നും ഉയർത്തി നീ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനര, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, നരർക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മന്നിലേകനായി, മനുജാതിക്കായി വന്നത ഉന്നതാധിപാ, മനുവേല വന്ദനം. ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവനായക. മനുവേല വന്ദനം ഉന്നതാധിപാ, മനുവേല വന്ദനം. കുപ്പയിൽ നിന്നും ഉയർത്തി നീ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനര, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനര, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, നരർക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. മനുവേല മനുജാതിക്കായി വന്നത ഉന്നതാധിപാ, മനുവേല വന്ദനം മന്നിലേകനായി, മനുജാതിക്കായി വന്നത ഉന്നതാധിപാ, മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഞാൻ എടുത്ത വിഷയത്തിൽ വരണം, അതുകൊണ്ട് ഇത് അധികം വിശദീകരിക്കുന്നില്ല. എങ്കിലും സുവിശേഷ യോഗത്തിൽ ഇത് പറയണമല്ലോ. ദൈവത്തിന്റെ മകത്ത് ഞാൻ ഇരുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇരുത്തിയെന്ന് പാടിയപ്പോൾ ഇരുന്നത്, രണ്ട് ഭയങ്കര വിയർപ്പ്, ചില കാറ്റ് കൊള്ളാനും കൂടെ. നെയ്യപ്പം നിന്നാ രണ്ട് ഗുണമെന്ന് പറഞ്ഞ പോലെ. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം നിന്നെ ഉയർത്തും. ആ പിള്ളേരെ എല്ലാം അവിടെ അടക്കിയിരുത്തത് അതൊക്കെയാ, അവൻ റിലേയാ ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒന്ന്, സുവിശേഷം നിന്നെ രക്ഷിക്കും. സുവിശേഷം മാനുഷികമല്ല. രണ്ട്, സുവിശേഷം നിന്നെ രണ്ട് കാര്യം കൂടെ പറയാം. സുവിശേഷം സമാധാനം തരും. വായിച്ചോ, എഫേസ്യ ലേഖനം 6:14-15. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. സുവിശേഷം സമാധാനം തരും. വായിക്കേ. എന്നെ രണ്ടുപേരും വർത്താനം പറയുന്നു.
എന്റെ റോസമ്മ എഫേസ്യ ലേഖനം 6:14 അവിടെ താഴെ നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും ആ നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് മതി. അത് സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത, ഇത് സമാധാനം തരും. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, മനഃശാന്തിയില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആരേലും എന്നെ കേൾക്കുന്നെങ്കിൽ നീ ഒരു നേർച്ച കാഴ്ചയും വെക്കണ്ട. അരിയും തുണിയും മണിയും കിണി മെഴുകുതിരിയും കമ്പിത്തിരി ഒന്നും വേണ്ട. നിന്റെ നേർച്ച പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഇരിക്കുന്ന ഇടത്ത് കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട. കാറിന്റെ വൈപ്പർ അടിക്കും പോലെ കിടന്ന് അടിക്കുകയും വേണ്ട. അവിടെ ശാന്തമായിട്ടിരുന്ന് ഉള്ളൊരുക്കി ഒരൊറ്റ പ്രാർത്ഥന, എൻ്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി ക്രിസ്തു നമ്മുടെ സമാധാനമാ. ആ സമാധാന പുരുഷൻ നിന്റെ ഉള്ളത്തിലോട്ട് വരും. ഈ സമാധാനം കുറച്ചൊന്നുമല്ല, പ്രവാചകൻ പറഞ്ഞ നദി പോലെ ഒഴുകുക. നമ്മുടെ കർത്താവിന് ഒത്തിരി പേരുകളുണ്ട്, സന്ദർഭോചിതമായിട്ടും വിഷയാധിഷ്ഠിതമായിട്ടും. അതിലൊരു പേരിങ്ങനെ സമാധാന പ്രഭു, അല്ലാതെ ചോറ് തരുന്ന പ്രഭു എന്നല്ല. എനിക്കിതൊന്നും വിഷയമല്ല. ദൈവത്തിന് മഹത്വം. അവിടുന്ന് സമാധാന പ്രഭുവാ. ഇന്ന് രാത്രി യേശു നിനക്ക് സമാധാനം തരും. ഇന്ന് രാത്രി നിനക്ക് സമാധാനം തരും. മനഃശാന്തിയില്ലാതെ ആരേലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു പൈസ പോലും നേർച്ച പോലും വിടണ്ട. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, യേശു നിന്റെ ഉള്ളത്തിൽ വരും. സമാധാനം. സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത. ഞാൻ സുവിശേഷത്തിന്റെ വിശേഷത ഇങ്ങനെ ധ്യാനിച്ചു. 22 എണ്ണം കുറിച്ച് വെച്ചിരിക്കുക. 22. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നേരം പോയ നേരത്ത് താൻ ഇതെല്ലാം കൂടെ പറഞ്ഞാച്ചേ. എനിക്ക് പറയണമെന്നുണ്ട്, എന്നാലും ഇന്ന് അതിന് മുതിരുന്നില്ല. അയ്യോ, ഇത് പറഞ്ഞിട്ടും ഒന്നും ആർത്തിയും തീരുന്നില്ല. ദൈവത്തിന്റെ മകത്ത് സുവിശേഷം സമാധാനം തരും. 4, 5. ഇനി 5. ഈ സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. അതോ വായിച്ചേ, റോസമ്മാമയോ സൂസനോ വായിര്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-28 വായിക്കേ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം. സുവിശേഷം വിശ്വസിച്ചു കഴിഞ്ഞാൽ യോഗ്യമായിട്ട് നടക്കും. ഇവിടെ ഇരിക്കുന്ന പലരും ഒരു കാലത്ത് അയോഗ്യമായിട്ട് നടന്നവരാ. മദ്യപിച്ചും വെളിവ് കെട്ടും ലെവല് കെട്ടും തെറി പറഞ്ഞും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തവന് അടിയാ. പണ്ട് നമ്പിയാര് പറഞ്ഞ പോലെ, കണ്ടാ നല്ലൊരു പുരുഷൻ എന്നാൽ വേണ്ടാതീനമൊക്കെയുമുണ്ട്, കണ്ട ജനത്തോട് ചൂണ്ടിയടിക്കും, രണ്ടാം വാക്കിന് കയറിയടിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിയാ. ഞങ്ങളുടെ സഭയിൽ ഒരു തള്ള വരുന്നുണ്ട്. തള്ള പറഞ്ഞ ഭാഷ എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയിരിപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞതോ. നല്ല ഫസ്റ്റ് ക്ലാസ്. ഞാൻ പറഞ്ഞ തള്ള അതൊന്നും പറയരുത്. ഇല്ല, ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട്. ഇന്നും യോഗത്തിനുണ്ടായിരുന്നു, പുറകിലുണ്ടായിരുന്നു. ഞാൻ വലിയ ഇത് പ്രസംഗിക്ക് പോയില്ല, അല്ലെ തള്ള ഇളകും. അപ്പൊ ഈ അമ്മ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അമ്മയോട് എന്തെങ്കിലും ചോദിച്ചാൽ തെറി പറയും. തെറിയെന്ന് പറഞ്ഞാൽ ചെറിയ തെറിയൊന്നുമല്ല, കൊടുങ്ങല്ലൂർ പോലും കേൾക്കാത്തതാ. ആണെന്ന് എന്നോട് പറഞ്ഞ തെറി പഠിക്കാനായിട്ട് പുള്ളിക്കാരി ട്യൂഷന് പോയെന്ന്. തമാശ പറഞ്ഞതല്ല, ഉള്ള ദൈവം സാക്ഷി എന്നോട് പറഞ്ഞതാ. അവിടെ തെറി പഠിപ്പിക്കുന്നൊരു തള്ളയുണ്ടായിരുന്നു. അവിടെ ഇവർ രാവിലെ ട്യൂഷന് പോകുമായിരുന്നു. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്തായാലും ഉടക്കെ പറഞ്ഞ ഇവർ അങ്ങനത്തെ ഭാഷയാ. പക്ഷേ ഈ അമ്മ സുവിശേഷം വിശ്വസിച്ചു. സുവിശേഷം എന്തുവാ, രണ്ടുപേരുടെ തെറി പഠിക്കാനാണോ? ട്യൂഷന് പോകുന്നോ?
അതാ ഞാനൊത്തിന് രണ്ടുപേരോട് നാളെ തന്നെ അങ്ങ് ട്യൂഷന് പോകുകയാണെങ്കിൽ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ അമ്മ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരേലും ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ അമ്മ തെറി പറയും. എന്നാൽ ഈ മാതാവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഈ മാർഗത്തിൽ വന്നു. ഇപ്പോൾ ഈ അമ്മയോട് ആരേലും വഴക്കുണ്ടാക്കാൻ ചെന്നാൽ അമ്മ പറയുന്നത് തെറിയൊന്നുമല്ല, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാ? ഈ സുവിശേഷം നിന്നെ യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നിന്നെ അടി കൊടുക്കുന്നവര് നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇപ്പോൾ ഒരു സുവിശേഷ വിരോധി വന്ന് അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കത്തില്ല. ആക്കമില്ലാഞ്ഞിട്ടാണോ? ഭാഷക്ക് ഒരടി കൊടുത്താൽ താഴെ കിടക്കും ചിലര്. ആണ്ടി അച്ഛൻ ഇച്ചിരി പ്രായം ആയ കാലത്ത് തോന്നല്ലോ. അല്ല, തല്ലിയ നല്ല നാക്കമുണ്ടെന്ന്. പക്ഷെ എന്നാ ഒന്നും ചെയ്യാത്ത ഈ മാന്യ കർത്തൃദാസനെ തെറി പറഞ്ഞാൽ തിരിച്ച് തെറി പറയത്തില്ല, സ്തോത്രം പറയും. അടിക്കാൻ ചെന്നാൽ ഹല്ലേലൂയ പറയും. കാരണം എന്നാ? സുവിശേഷം യോഗ്യമായി നടക്കാൻ പഠിപ്പിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത യോഗ്യമായി സംസാരിക്കാൻ പഠിപ്പിക്കും, യോഗ്യമായി വസ്ത്രം ധരിക്കും. എനിക്ക് ഈ അമ്മച്ചിയെ വലിയ ഇഷ്ടമാണ്. എന്നെ നല്ല യോഗ്യമായിട്ടാണ് വസ്ത്രമൊക്കെ ധരിച്ചു. ഞാൻ എല്ലായിടത്തും പറയുകയും ചെയ്യും. അമ്മ എവിടെ നിന്ന് എഴുന്നേറ്റ് വന്നേ, ഇങ്ങോട്ട് വന്ന് ആക്കമുണ്ടോ, നടക്കാവോ? ഉണ്ടോ? ഇന്ന് രാത്രി വരുമ്പോല വരുന്നവാ, ഉരുണ്ട് വീടരുത്. എന്നാളിങ്ങനെ അങ്ങോട്ടൊന്ന് തിരിയമ്മേ, കാണട്ടമ്മേ എല്ലാവരും. പെണ്ണുങ്ങളെല്ലാം ഒന്ന് കാണും. കൈക്ക് ഇറക്കമില്ല, കഴുത്ത് ഇറങ്ങി ഇരുന്ന് എന്നിട്ട് ഇടയ്ക്കിടന്ന് പൊളയുക യോഗത്തിനിടെ. ആട്ടെ, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. നാളെ നിങ്ങൾക്ക് യോഗം ഉള്ളതല്ലേ, നിങ്ങൾ വരാതിരുന്നാൽ നിങ്ങൾ പറയും അയാൾ വന്ന് പ്രസംഗിച്ചാൽ പിറ്റേ നാള്. അതുകൊണ്ട് വേണ്ട. സുവിശേഷം നിന്നെ യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. വീട്ടിലും നാട്ടിലും സമൂഹത്തിലും എവിടെ ചെന്നാലും നമുക്ക് തന്ന യോഗ്യത ഇത് സുവിശേഷം അംഗീകരിച്ചത് കൊണ്ടാണ്. ഒന്ന് രക്ഷിക്കും, രണ്ടിത് മാനുഷികമല്ല, 3 ഉയർത്തും, 4 സമാധാനം തരും, 5 യോഗ്യമായി വണ്ണം നടക്കും. മാത്രമല്ല 6, 7 കാര്യം അങ്ങ് പറയാം. 6, 7 ഒരു കണക്കല്ലേ, 22 പറയുന്നില്ല, 7 ഉള്ളൂ. 6 സുവിശേഷത്തിന്റെ വിശേഷത. ഇത് അഭിമാനത്തോടെ പറയണം. സുവിശേഷം പിന്നെ എവിടെയും പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമാണ്. ഒന്ന് വായിച്ചേ ദൈവദാസിമാരെ, റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 21 ഒന്ന് വായിച്ചോ. അറിവുള്ള വാക്യമാ, വായിച്ചോ. റോമർ 15:21. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. ഇത് അഭിമാനത്തോടെ പറയണം. ഇത് ചിലർക്ക് ഇത് വലിയ നാണക്കേടോ. ചില പടത്തിൽ യോ പാസ്റ്റർ ഇത് ഞങ്ങളുടെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ആചായൻ, അതിനെന്നെ ഇത് ഇന്നയാളാ, പുള്ളി വലിയ പൊസിഷനാ. എടാ, ഏറ്റവും വലിയ പൊസിഷൻ വിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അതിലും വലിയ പൊസിഷനുള്ള നേതാവനാ. ഞാൻ വക വെച്ച് കൊടുക്കുകയല്ല. ബഹുമാനിക്കും, ബഹുമാനത്തോടെ ഇടപെടും. എന്റെ കർത്താവിനാ ഏറ്റവും വലിയ പൊസിഷൻ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ നമുക്ക് വേണ്ടി ദാസരൂപം എടുത്തവനാ. അത്ര വലിയ പൊസിഷൻ ഒന്നും ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടാക്കിയവനാ. ആ കർത്താവ് ആ പൊസിഷനൊക്കെ വിട്ടു ചെന്നെങ്കിൽ ആ സുവിശേഷം ഇവിടെ ഏത് സമയമായില്ല, ഞാൻ നോക്കുന്നുണ്ടായില്ല, ന്യൂട്രൽ നോക്കുന്നു, ഇല്ലെന്ന് ഉള്ള വിടവി പുള്ളി ന്യൂട്രൽ നോക്ക്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സുവിശേഷം എല്ലാവരോടും പറയണം. എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരോടും മന്ത്രിയോടും തന്ത്രിയോടും എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക, പ്രധാനമന്ത്രിയോടും അവസരം കിട്ടിയാൽ മുഖ്യമന്ത്രിയോടും MLA-യോടും MP-യോടും സകല എണ്ണത്തിനോടും സുവിശേഷം അറിയിക്കണം. അത് ചുമ്മാ പറഞ്ഞാൽ പോരാ, അഭിമാനത്തോടെ പറയണം. ഇത് അഭിമാനത്തിന്റെ മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അപ്പൊ സുവിശേഷം 6 അഭിമാനത്തോടെ പറഞ്ഞോണം. 7 ഒരു വാക്യം വായിച്ച് അത് പറഞ്ഞങ്ങ് നിർത്താം ആ ഭാഗം. സുവിശേഷത്തിന്റെ വിശേഷത. കൊലോസ്യ ലേഖനം 1:3.
സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ഒറ്റവാക്കി പറയാ, സുവിശേഷത്തിന്റെ 7ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. ഈ പ്രത്യാശ സുവിശേഷത്തിനേ ഉള്ളു. എന്തുവാ? ഒത്തിരി കൊണ്ട് പറയാം, നിന്ന് പറയേണ്ടതാ, അതിനിന്ന് മുതിരുന്നില്ല. സുവിശേഷത്തിന് ഒത്തിരി പ്രത്യാശയുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്, ഈ പ്രത്യാശ നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഇവിടെ വന്ന ഏത് നേതാവാ തിരിച്ചു വരുമെന്നും പറഞ്ഞു പോയി? പോകാൻ നേരത്ത് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നല്ലേ വരാന്ന് പറഞ്ഞു. ഒറ്റയൊരുത്തനൊന്നും മിണ്ടാടാ പോയി. അവസാനം വെന്റിലേറ്ററിലും കയറി ശ്വാസംമുട്ടലും ഉണ്ടായി. ഒരുമാതിരിപ്പെട്ട നേതാവല്ല. ചില നേതാക്കന്മാര് പോകുമെന്ന് പറഞ്ഞിട്ട് പോകാതെ വന്നപ്പോ പിന്നെ എങ്ങനെയാണ് വിട്ടെന്നോ? ചിലത് മിണ്ടിയില്ലെന്നോ? പിന്നെ സമയം നോക്കുകയായിരിക്കും. ഇപ്പൊ നിർത്താം. നമ്മുടെ നേതാവ് അങ്ങനല്ല. പോകുന്നതിന് മുമ്പ് അരിയ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ അവിടെ പോയി സ്ഥലമൊരുക്കിച്ച് തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്തുകൊള്ളും. ഇതുപോലെ പറഞ്ഞ ഒരു നേതാവുമില്ല. അതാണ് നമ്മുടെ പ്രത്യാശ. ഒത്തിരി കൊണ്ട് പറയാം. മാത്രമാണോ നമ്മളെ വിട്ട് ക്രിസ്തുവിൽ മൺമറഞ്ഞ വിശുദ്ധന്മാരെ ഒരു ദിവസം കാണും. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. മാത്രമാണോ ദൈവത്തിന് മഹത്വം, ഈ ശരീരം അങ്ങ് മാറി ഒരു പുതിയ ശരീരവും നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ ഈ ശരീരം അത്ര നല്ലതൊന്നും അല്ല. നമ്മൾ എത്ര നേരം ഒരുങ്ങി വെച്ചാൽ ഒരു തരത്തിൽ ഒപ്പിച്ചിവിടെ വന്ന് നമ്മൾ അവരുടെ കാര്യം അന്നേ പറയാൻ വേണ്ട. എല്ലാം ഒരുങ്ങി വെച്ച് പിന്നെ ഇങ്ങനെ നോക്കി, നിലക്കണ്ണാടി ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞ അച്ചായ വന്ന് നോക്കിക്കാന്ന്. എന്നിട്ടും തൃപ്തിയില്ലാതെ മോൻ കാണുമ്പോൾ അറിയാം. എന്നിട്ട് പറയുമോ, ധൃതി കൊണ്ട് ഞാൻ ഒരുങ്ങ. ഈ ശരീരം അത്ര നല്ലതല്ല. ഇത് പക്ഷേ മാറി ഒരു പുതിയ ശരീരം നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ പ്രത്യാശ. സൈമൺ സാറ് ഒരു വരി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ: പുതിഗന്ധം നിറയുമീ, പുതിഗന്ധം നിറയുമീ, ദേഹം തകർ നീടുമേ, ദേഹം തകർ നീടുമേ, മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. അപ്പോൾ ഭൂതിഗന്ധം നിറയുന്ന ഈ ദേഹം അങ്ങ് ഭൂതിഗന്ധമെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ദുർഗന്ധമെന്ന. ഭൂതിഗന്ധം ദുർഗന്ധം. ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. നമ്മുടെ പ്രത്യാശ ഈ ശരീരം മാറും. എന്നിട്ടോ അടുത്ത ലൈനില് സ്പീഡിൽ അടിക്കണം. നീ അടിക്കുന്നോണ്ട് എൻ്റെ പാട്ട് കുഴയ്ക്കുക. പൊട്ടിക്കാണിക്കണ്ട, ഞാൻ പാടുമ്പോൾ അങ്ങടിച്ചാൽ മതി. പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം 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 മംഗളം. ഈ മംഗളം പാടിയാ പിന്നൊന്നും പറയരുതെന്നാ. എന്തുവായി സമയം? എന്തുവായി ജോസ് മാഷ? എന്തുവായി സമയം? 9. പിന്നെ കൂടെ ഇരുന്നു. അല്ല, ഇന്ന് 9-ലേക്കേ നിർത്തുള്ളൂ. എന്ത് പ്രശ്നം വന്നാലും. ഇനി അങ്ങോട്ട് ചെന്ന് വെച്ച് 2 ഉണക്ക ചപ്പാത്തിയും കടിച്ചു പിടിച്ചേച്ച് കയറി കിടക്കാനല്ലേ? ഞാനാന്ന് ഉപവാസമാ. പിന്നെ 10 ദിവസം വൈകിട്ടും കഴിക്കുന്നില്ല. പകലും വൈകിട്ടും എല്ലാം വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. സ്തോത്രം. പകലും യോഗമുണ്ട്, വൈകിട്ടും കൺവെൻഷനുണ്ട്, യാത്രയുണ്ട്, മരണ വീട്ടിലും പോകുന്നുണ്ട്. സ്തോത്രം.
അന്നേരം 3 നേരവും നല്ല എടുപ്പെടുത്ത് വെച്ച് പിന്നെയും കടന്നു നോക്കുക. ക്ഷമിക്കണേ, അയച്ച സമയം കൊണ്ട് എടുക്കുകയാണ്. അധ്യക്ഷനെ അതിക്രമിക്കുമൊന്നുമല്ല, നമ്മൾ പഴയ കയ്യാളുകളാ. ദൈവാനിലേക്ക് അദ്ദേഹത്തിന് എന്നോടും എനിക്ക് അദ്ദേഹത്തോട് സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. ഈ പ്രത്യാശ സുവിശേഷത്തിനേ ഉള്ളൂ, വേറൊന്നിനുമില്ല. ഇത് രക്ഷിക്കുന്ന മാർഗമാ. ഇത് മാനുഷികമല്ല, ഇത് നിന്നെ ഉയർത്തുന്ന മാർഗമാ, ഇത് സമാധാനം തരുന്ന മാർഗമാ, ഇത് യോഗ്യമായിട്ട് നിന്നെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന മാർഗമാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാ. അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. അപ്പൊ ഈ സുവിശേഷം മുഖാന്തരമാ ശിക്ഷാവിധിയിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവം രക്ഷിച്ച് വിശുദ്ധരാക്കി തീർത്തു. അതാണ് കാദേശ്. അപ്പൊ കാദേശ് നടുങ്ങാനുള്ള കാര്യമാ. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്. വാക്കിന്റെ അർത്ഥം ന്യായവതികളുടെ സ്ഥലം. ന്യായവതികളുടെ സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിച്ചു. ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ശിക്ഷാവിധിക്ക് ന്യായവിധിക്ക് അർഹരായി പോയവരായി. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ സ്നേഹത്താൽ അവിടുത്തെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചിന്തി അതിക്രമങ്ങളുടെ പാപമോചനമെന്ന് വീണ്ടെടുപ്പ് നൽകി ദൈവം നമ്മളെ ദൈവമക്കളാക്കി. അങ്ങനെയുള്ള കാദേശ് വിശുദ്ധം. പക്ഷേ ഇവിടെ വായിച്ച വാക്യം, ദൈവദാസൻ വായിച്ച സങ്കീർത്തനം, എനിക്കത് വലിയ പ്രേരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പറഞ്ഞ് പാസ്റ്ററെ കടത്തി പറഞ്ഞു ഒന്നുമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. സന്തോഷം കൊണ്ട് ആ ഭാഗം നമ്മളൊരു പൊരുത്തമുണ്ട്, അതുകൊണ്ട് ആ വാക്യം ഇവിടുത്തെ. അല്ലെ വേറൊരു വിഷയം പറയാനാ ഞാൻ വന്ന, പക്ഷേ അദ്ദേഹം അത് സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ. അതുകൊണ്ട് അപ്പോൾ ഈ കാദേശ് നടുങ്ങി. എന്തുകൊണ്ടാണ് ഇത് നടുങ്ങിയത്? ശ്രദ്ധിക്കുക. ഈ കാദേശ് നടുങ്ങാൻ കാരണം കമ്പിവാചകം പോലെ 9:30 മുമ്പ് 9:30 ആശീർവാദം പറയും, അതിനു മുമ്പ് നിർത്തും. അപ്പോൾ കാദേശിന്റെ വിശേഷത എന്തുകൊണ്ട് ഈ കാദേശ് നടുങ്ങി? അതിൻ്റെ ഒരു കാരണം, ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. വായിച്ച് ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 പെട്ടെന്ന്. ആവർത്തനം 2:13-14. ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട് കടപ്പി. ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർനേയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരത്തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. ഇതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. എനിക്ക് ആ പദം പറയാൻ പേടിയാ, പക്ഷെ എഴുതിയിരിക്കുന്നുണ്ട് പറയാനും വായിക്കാതെ ഒക്കത്തില്ല. മുടിഞ്ഞു പോയെന്ന്, അയ്യോ കേട്ടിട്ട് തന്നെ പേടിയാ. മുടിഞ്ഞു പോയെന്ന്. അടുത്ത വാക്യത്തിൽ വീണ്ടും പറയാ മുടിഞ്ഞെന്ന്. വായിച്ചേ. അവർ മുടിഞ്ഞു തീരും വരെ. പിന്നെ എഴുതിയിരിക്കുക മുടിഞ്ഞെന്ന്. ഈ വേദപുസ്തകം പഠിച്ചാൽ അങ്ങനൊന്നും അല്ല എഴുതേണ്ടത്. നമ്മളിങ്ങനെ വായിക്കുന്നത്, അവൻ മരിച്ചു, അവന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ അല്ല മുടിഞ്ഞെന്നല്ല, അല്ല മുടിഞ്ഞെന്നല്ല, പിതാക്കന്മാരോട് ചേർന്നു, അങ്ങനെയുള്ള പദമുണ്ട്. എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിൽ മരിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ, ഇങ്ങനെയുള്ള നല്ല പദങ്ങളാണ്. പക്ഷെ ഇവിടെ വായിക്കുന്നത് എങ്ങനാ? മുടിഞ്ഞെന്ന. മുടിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഇറങ്ങത്തിരിച്ച യോദ്ധാക്കളിൽ പലരും ഈ കാദേശിൽ വെച്ച് മുടിയുക. അതെന്നാ ഇങ്ങനെ മുടിയാൻ കാര്യം? ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. നമുക്കറിയാം കനാൻ ദേശം ഏറ്റവും നല്ല സ്ഥലമാണ്. വായിച്ച് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട്. എല്ലാ ഭാഗവും എടുപ്പിക്കുന്നില്ല, ഇതൊന്ന് വായിച്ച്. ആവർത്തന 8:7. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ. അപ്പൊ ഇസ്രായേലിനോട് പറയുക, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പും യവമും മുന്തിരിയും അത്തിയും മേദലമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് റോസമാമ വായിച്ച ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. അത്യാവശ്യം സ്തോത്രം ചെയ്യണേ.
സ്തോത്രം ചെയ്യണേ, സ്തോത്രം ചെയ്യണേ, സ്തോത്രം ചെയ്യണേ. കയ്യും കെട്ടി വായും പൂട്ടി കാലുമേ കാലും വെച്ച് തുമ്പി ഇരിക്കും പോലെ വിരലും മറപ്പിച്ചിരിക്കുക. ഓണത്തുമ്പി ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഒന്ന് സ്തോത്രം ചെയ്യണം. അതിന്റെ കാരണം നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നത്. ഇരുമ്പ് ചൂളയിൽ നിന്നാണ് നിന്നെ രക്ഷിച്ചത്. നിന്റെ ജീവനെ കൈപ്പാക്കി വൈക്കോല് കൊടുക്കാനാകി ഇഷ്ടികയുടെ എണ്ണം കൂട്ടി ആടിമ ചൂളയിൽ നിന്നെ അങ്ങേയറ്റ ഉഴുതുമറിച്ചതാ. അവിടുന്ന് നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചു. ഈ നല്ലൊരു ദേശത്തേക്ക് കൂടി. ദേശത്തിന്റെ വിശേഷതയാ കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ, 7 കൂട്ടം സാധനം. ഈ 7 കൂട്ടം ഒന്നുകൊന്നുക്ക്. ഈ കനാനും മിശ്രയുമായിട്ട് താരതമ്യ പഠനം നടത്തിയാൽ ഒത്തിരി ഉണ്ട്. ഒരു കാര്യം, കനാനില് 7 കൂട്ടം സാധനവും മിശ്രയിമിൽ 6 കൂട്ടം സാധനവും. കനാനിൽ 7 കൂട്ടം. ഒന്നുകൂടെ വായിച്ച റോസമ്മാമ ഇപ്പം വായിച്ച വാക്യം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം. എണ്ണിക്കോണം. സൂസൻ എണ്ണിക്കോണം. റോസമ്മ വായിക്കും. വേണം വായിക്കേ. ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവുമുള്ള ദേശം. പിന്നെ ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. എത്രയുണ്ട് സൂസനെ? ഓരൊക്കെ മൈക്ക് കൂടെ പറ. 7. കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. കനാനിൽ 7. മിസ്രയീമിൽ വായിര്. സംഖ്യ 11:4. സംഖ്യ അറിവുള്ള വാക്യമാ, വായിച്ചോ. സംഖ്യ 11:4. റോസമ്മ വായിക്കണം, സൂസൻ എണ്ണണം. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി. അതിന്തായി സമ്മിശ്രജാതി? റോസമ്മാമേ മൈക്ക് കൂടെ പറ. ഇങ്ങനെ വെച്ചാൽ അറിയത്തില്ല. പല ജാതികൾ. വേട്ടമല്ല പണ്ടൊരു പാട്ട് പാടി. ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായ്കയാൽ പരനോട് തുല്യരാകും. സഭകൾ അനേകമാകും. സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബ മാർത്തോമ റീത്തക റോമക പെന്തക്കോസ് വേർപാടും. അന്ന് യാക്കോബ മാർത്തോമ റീത്തക റോമക പെന്തക്കോസ് വേർപാടും. പിന്നെ CSI ലണ്ടനും ചർച്ചിൽ യേശുവിൽ. അപ്പൊ ഈ സമ്മിശ്രജാതി അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണോ അതുമല്ല മിസ്രയീമിലാണോ, അതായത് സമ്മിശ്രജാതി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പെന്തിക്കോസാണോ അതുമല്ല, എന്നാ സമുദായമാണോ അതുമല്ല. ഏതാന്നിപ്പോ ഇത് നിങ്ങൾക്ക് അറിയാനും മേല. എടാ, ഒന്നെങ്കിൽ നീ നല്ല തനി പെന്തിക്കോസായിട്ട് ജീവിക്കണം. ഞാനൊരു ഭാഷ പറയാ, ഭാഷ നല്ലതല്ല, പക്ഷെ പറയാതിരിക്കുക. അല്ലെ ഇന്ന് രാത്രി കട്ടയും പടവും മടക്കണം. എന്താ എന്തായാലും പഴയ ഉപദേശമാരും ദൈവമക്കളും പറയ പോലെ നനഞ്ഞിറങ്ങി നീ ചൊവ്വനെ കുളിച്ചു കയറണം. സ്തോത്രം, സ്തോത്രം. ചെല്ലു പറയുന്ന ഇത് അളിഞ്ഞ മാർഗ്. ഒരുത്തം പറയാം അളിഞ്ഞ മാർഗ്. എടാ പോടാ വിവരദോഷി. നിനക്കാളിപ്പായിരിക്കും ഇതിനകത്ത് മാന്യമായിട്ടാ ജീവിക്കുന്നത്. യോഗ്യമായിട്ട് ജീവിക്കാൻ പഠിച്ചത് ഇതിനകത്ത് വന്നേ പിന്നെ. അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിച്ചത് ഇതിനകത്ത് വന്നേ പിന്നെ. ഇത് ഏറ്റവും ശ്രേഷ്ഠമായി പെന്തിക്കോസ്. ഞാൻ എൻ്റെ ഭാഷയിലാണ് അങ്ങ് പറയാറ്. അല്ല, ആർക്കായാലും അങ്ങനെ ഇത് ഇച്ചിയാന്ന് തോന്നിയാൽ ഇന്ന് രാത്രി തിരിച്ചു പൊക്കോണം. നീയുമ്മ ഇവിടെ ഇരുന്നില്ലേ, കോടി ഇരുന്ന് ദൈവത്തിന് മഹത്വം. സമ്മിശ്രജാതിയായിട്ട് ജീവിക്കരുത്. നിന്നെ കാണുന്നവരും അറിയുന്നവരും കേൾക്കുന്നവരും പറയണം നീ പെന്തിക്കോസാണ്. ശക്തി കലർന്നെങ്ങും
സാക്ഷികളായിടുവാൻ ശക്തി കലർന്നെന്നു സാക്ഷികളായിടുവാൻ ശക്തരാക ഞങ്ങൾ ഈ ദിനത്തിൽ നല്ല മോട്ടു പൂർവികമായ പെന്തക്കോസ്ത് ദാനം ഞങ്ങൾക്ക് ഇന്നരുളിയിടേ. അച്ഛന് പാട്ടറിയാം. ആ പഴയ പാട്ടാണ്, നല്ല പാട്ടല്ലേ? ശക്തി കലർന്നെന്നും സാക്ഷികളായിടുവാൻ ശക്തി കലർന്നെന്നും സാക്ഷികളായിടുവാൻ ശക്തരാക ഞങ്ങൾ ഈ ദിനത്തിൽ നല്ല മോട്ടു പൂർവികമായ പെന്തക്കോസ്തു ദാനം ഞങ്ങൾക്ക് ഇന്നരുളിയിടേ. നല്ല മോട്ടു പൂർവികമായ പെന്തക്കോസ്തു ദാനം ഞങ്ങൾക്ക് ഇന്നരുളിയിടേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുന്നത്. അപ്പൊ ഇത് സമ്മിശ്രയാണി എല്ലാം വിവരിക്കുന്നില്ല. സമ്മിശ്രയാണി ആകരുത്, നീ നേരും ചൊവ്വനും ജീവിക്കണം. ആ വായിച്ചോ, സമയം പോകുന്നു. സമ്മിശ്രയാണി മുഴുവൻ ദുരാഗ്രഹികളായി. വൈരേ ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? അടുത്തത് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള സൂസൻ എണ്ണിക്കോണേ. മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി. എത്രയുണ്ട്? മൈക്ക് കൂടെ പറ. 6. കനാനിലോ 7, മിസ്രയീമിലോ 6. മിസ്രയീമിൽ കൂടുതൽ ഉള്ളിയാ. കഴിഞ്ഞ ഞായറാഴ്ച ചുവന്നുള്ളിയായിരുന്നു. ഈ ഞായറാഴ്ച വന്നപ്പം വെളുത്തുള്ളിയാ. അടുത്ത ഞായറാഴ്ച സവോളയാ. ഇവിടെ ഉള്ളി തന്നെ 3 എണ്ണമല്ലേ? ഒന്നുകൂടെ വായിച്ചാ റോസമ്മാമേ. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? അതൊക്കെ ഇറച്ചിയോ തരുമെന്ന് ചോദിച്ചെന്നുള്ളു, കിട്ടിയൊന്നുമില്ല. പിന്നെ വെള്ളരിക്ക, മത്തങ്ങ. ഓ എന്റെ ഓസമ്മേ, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം. മത്സ്യം അത് കാശ് കൊടുക്കാതെ കിട്ടുന്നതാ. കാശ് കൊടുക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല തള്ള ഇല്ലേ? കാശ് കൊടുക്കണ്ടല്ലോ. സെമിത്തേരിലൊക്കെ വന്ന് 5ഉം 6ഉം പൊതി മേടിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ ഞങ്ങൾ കാശ് കൊടുക്കുക. അവിടെ കാശില്ലല്ലോ. സെമിത്തേരി വന്ന് 5ഉം 6ഉം പൊതി ഒരു തള്ളയാൻ നോക്കിയപ്പോൾ മണ്ടിക്കകത്ത് 5-6 പൊതി കിടക്കുന്നു. ചുമ്മാ കിട്ടുന്നതല്ലേ? ഇങ്ങനെ പരവീട് അടിക്കുന്ന എത്ര എണ്ണമുണ്ട്? അത് പോട്ടെ, ഇത് വായിര്. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, പിന്നെ വെള്ളരിക്ക, മത്തങ്ങ. ഇനി അടുത്തതാ ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ. ഉള്ളി 3. അപ്പം വെളുത്തുള്ളിയും കൊച്ചുള്ളി സവോള. അപ്പം മിസ്രയീമിലെ കഴിഞ്ഞ ആഴ്ച കൊച്ചുള്ളിയായിട്ട് ഒരാൾ വന്നു. ഈ ആഴ്ച സവോളയായിട്ട് ഒരാൾ വരുന്നുണ്ട്. അടുത്ത ആഴ്ച 3 പേരാ. 3-ന്മേലാ. കൊച്ചുള്ളി, സവോള. അപ്പോൾ മിസ്രയീമിൽ 6 കൂട്ടം സാധനം. എന്നാ കനാനിലോ 7 കൂട്ടം. ഉള്ളതല്ല, ഒന്നുക്കൊന്നുക്ക് മെച്ചമാ. ഗോതമ്പ്, ഗോതമ്പിന്റെ കാമ്പ്. യവത്തപ്പം ഇവിടെ ഒരു ബാലകന്റെ കയ്യിലുണ്ടെന്ന്. യവത്തപ്പം ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അവിടുത്തെ തൃക്കരങ്ങളിലോട്ട് കൊടുത്തു. എടുത്തങ്ങോട്ട് വാഴ്ത്തി, ദൈവത്തെ വാഴ്ത്തി അങ്ങോട്ട് കൊടുത്തു. ഇന്നിവന്റെ എല്ലാം ഊപ്പാടുമെന്ന് വാക്ക് കൊട്ടക്കകത്ത് ചുമന്ന് ഇടപാടും. 5 ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി. 5 ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി. 5 ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി.
അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി. അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി. 5000 സംതൃപ്തിയേകിയൊരു 5000 സംതൃപ്തി. യേശു നായക വാഴ്ക ജീവദായക നിരന്തം. യേശു നായക വാഴ്ക ജീവദായക നിരന്തം. എക്ലീശിയയ്ക്കു പ്രേമ വിഗ്രഹമായവനെ. എക്ലീശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ. എക്ലീശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ. മൽക്ലേശമാക നീക്കി മുഖ്യാശിസെ ഗണമേ. യേശു നായക വാഴ്ക ജീവനായക നിരന്തം. യേശു നായക വാഴ്ക ജീവനായക നിരന്തം. യേശു നായക. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാം പറയാൻ നേരമില്ല. അപ്പൊ ഗോതമ്പ്, നല്ല ഗോതമ്പ് നമ്മൾ തിന്നുന്നില്ല. നല്ല ഗോതമ്പല്ല എക്സ്പോർട്ട് ചെയ്ത് വേറെ ആൾക്കാർ. ഇന്നാളൊരു തള്ള പറഞ്ഞ അവരെ ആണുങ്ങൾ കഴിക്കുന്നെന്ന്. അപ്പൊ പിന്നെ നമ്മളോ? പണ്ടൊരു കല്യാണാലോചന എനിക്ക് പോയപ്പോൾ ചോദിച്ചു, കൊച്ചമ്മ ആരൊക്കെയാ കൊച്ചമ്മ പോയത്? ആ തങ്കച്ചനും ബേബിച്ചനും ഉണ്ടായിരുന്നു, പിന്നെ ജോയിക്കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഇനി ആളും ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ആണുങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പാപ്പച്ചനും ഉണ്ടായിരുന്നു. അവരാണുങ്ങൾ 5-6 പേരും ചിന്നമ്മ ഉണ്ടായിരുന്നു. പിന്നെ ആട്ടെ. അപ്പൊ ഈ നല്ല ഗോതമ്പ് നമ്മൾ തിന്നുന്നില്ല. നല്ല ഗോതമ്പ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളത് എന്നാ നല്ല എന്തോ നല്ല സോഫ്റ്റ്. നമ്മുടെ ചപ്പാത്തി ജനലെ പിടിച്ചു നിന്നേച്ച് വേണം തിന്നാൻ. അല്ലെങ്കിൽ പ്രായമുള്ളവർ കഴിക്കുന്ന മുഴുവൻ പിച്ച് കീറി ഇടുക. പിച്ച് കീറി ഇട്ടേച്ച് പറയാ, അന്നാമ്മയെ കുറച്ചേറെ ഒഴിച്ചോടി ഈ ഗ്രേവി എന്ന് വെച്ചാൽ ഇത് ഒഴിച്ചിട്ടേച്ച് വർത്താനം പറയാം. എന്നാ ഉണ്ട് വിശേഷം? മറ്റേ കാര്യം. അപ്പൊ ഇത് കുതിരാനാ? നല്ലതല്ല നീ കിട്ടുന്നതൊന്നും. ഇപ്പൊ പിന്നെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് 2 ചപ്പാത്തി ഉണ്ടാക്കണല്ലോ, കടയിൽ നിന്ന് മേടിക്കുക. എന്ന് ചോദിച്ചാൽ പക്ഷേ ചപ്പാത്തി പക്ഷേ എളുപ്പമുണ്ടല്ലോ. മറ്റേത് പൊടി കുഴയ്ക്കണം. ഒരു ജോലിയില്ലെന്ന് മിക്കതിനും. ചുമ്മാ ഇങ്ങനെ കസാര നിറച്ചിരുന്ന് ഞെക്കിയിരിക്കുക. റിമോട്ട് എല്ലാവരുടെയും കാര്യമല്ല. മിക്കാറും പെണ്ണുങ്ങൾ എന്നെ ഇന്ന് ശരിയാക്കുമെന്നാ തോന്നുന്നത്. ആകാൻ ഒറ്റ വഴിയേ ഉള്ളു. അയ്യമ്മേ പുറകെ കിടങ്ങാനും വഴിയുണ്ടോടെ. ഒരു കാര്യം പറയാം, നല്ല ഗോതമ്പൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഈ ഗോതമ്പിന്റെ കാമ്പുണ്ട് കേട്ടോ, വചനത്തിന്റെ സത്ത്. ഗോതമ്പ് യവം 5 അപ്പമല്ലേ എല്ലാത്തിനെയും പോഷിപ്പിച്ചില്ല. ഗോതമ്പ് യവം, മുന്തിരി, അത്തി, എല്ലാം പറയാൻ നേരമില്ല. പണ്ട് ദാവീദ് ജയമെല്ലാം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് വന്നപ്പം സിക്ലാഗ് തീയിട്ട് ചുട്ടു. ദാവീദ് കൊല്ലാനായിട്ട് കല്ലെറിയാൻ വരും. ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ദാവീദുടനെ അബിയാഥാർ പുരോഹിതൻ ഏബോധ് കൊണ്ടിട്ട് ദൂത് ചോദിച്ചു കർത്താവേ പരീക്ഷയുടെ പുറകെ പോകണോ? പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ദാവീദ് 600 പേരെ കൂട്ടി അവരുടെ പുറകെ പോയി. അങ്ങനെ പോയി ഇവർ യാത്ര ചെയ്ത് ബസോർ തോട്ടി വന്നപ്പോൾ 200 പേര് തോട് കിടക്കാൻ മേല. പണ്ട് യോർദാനൊക്കെ കടന്നവരാ. പഴയ വീരസ്യമൊക്കെ പറഞ്ഞിരിക്കുക. ഇപ്പം കൈത്തോട് ഒന്നും വയ്യ. വരുമ്പോൾ ഞങ്ങൾ പണ്ട് യോർദാൻ കടന്നു, ഊറി, ചെങ്കടല്, റെഡ് സീ, പാമ്പ് ചുറ്റും പോലെ ചുറ്റുന്ന റെഡ് സീ, പഴയ വകുപ്പ് പറയുക. അപ്പൊ പണ്ട് റെഡ് സീ ഒക്കെ കടന്നവരും യോർദാൻ കിടന്നവർ ഇപ്പൊ തോട് കിടക്കാൻ മേലെ, ബസോർ തോട്. അപ്പൊ 200 പേര് അവിടെ ശേഷിച്ചു. 400 പേരുമായിട്ട് പോയി. ഓടിച്ച് പറയാം, അവിടെ ചെന്ന പൊരുത്തനെ കണ്ടു, വഴി കിടക്കുക. അവനെ പൊക്കിയെടുത്ത് ദാവീദിനിടയ്ക്ക് കൊണ്ടുവന്നു. ദാവീദിനെ അടിമുടി നോക്കി ചോദിച്ചു, എവിടുത്തുകാരനാണ് നീ? ഏതോ? ഞാൻ പറഞ്ഞു, ഞാൻ അസംബ്ലി സോണൊന്നും അല്ല. ഏൽപ്പിച്ചു ഷാരോനാണോ? ചർച്ച് ഓഫ് ഗോഡാണോ?
നീയാ? ഒന്ന് ഞാൻ പറഞ്ഞു, ഞാനിതൊന്നുമല്ല, ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരനാ. ഒന്ന് വായിച്ച ആ വാക്യം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 30:13 വായിക്കുക. താളിങ്ങോട്ട് മറിച്ചേച്ചടത്ത് വശത്ത് മേളിൽ, പഴയ ബൈബിളിൽ. ദാവീദ് അവനോട് നീ ആരുടെ ആൾ എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ ഞാനൊരു മിസ്രയീമിയ ബാല്യക്കാരൻ, പിന്നെ ഒരു അമാലേക്കന്റെ ഭൃത്യൻ, പിന്നെ 3 ദിവസം മുൻപ് എനിക്ക് ദീനം പിടിച്ചപ്പോൾ എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു. ഇതിനകത്തൊരു ആത്മീക പാഠം. ഇവന്റെ ആയുസ് മുഴുവൻ അമാലേക്കനെ സേവിച്ചവനാ, അമാലേക്കന് വേണ്ടി യുദ്ധം ചെയ്തവനാ. പക്ഷേ 3 ദിവസം മുമ്പ് ഇവന് ദീനം വന്നപ്പോൾ ഇവന്റെ യജമാനൻ ഇവനെ വഴിയിലിട്ടു പോയി. ഇതായിരിക്കും ലോകം ചെയ്യുന്നത്. നീ ഇൻകിലാബ് വിളിക്കാൻ പോയാൽ, അമല് മുദ്രാവാക്യം വിളിക്കാൻ പോയാൽ, ആരോഗ്യവും ഉശിരും ചൊണയും ചൂടുവെള്ളപ്പം മതി. ഒരടിക്ക് തിരിച്ചൊരടി ഒരു തടയൊക്കെ കൊടുക്കുന്നവരെ അവർക്ക് മതി. ആരാടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാൻ കെപ്പും കൊടയുള്ളവന് മതി അവർക്ക്. ഇതാ ലോകം. പക്ഷെ ഒരു കാര്യം പറയാ, ഒടുവിൽ നിനക്കൊരു ക്ഷീണമോ രോഗമോ ഒരു പ്രയാസമോ വന്നാൽ ഇവരാരും നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. ആ യജമാനൻ നിന്നെ വഴിയിലിട്ട് പോകും. എന്നാൽ സന്തോഷത്തോടും ബഹുമാനത്തോടും പറയട്ടെ, നമ്മുടെ ആയുസ്സിൽ നമ്മുടെ യൗവന രക്തം കർത്താവിനെ ശുശ്രൂഷിച്ചാൽ, കർത്താവിനെ സേവിച്ചാൽ, കർത്താവിനെ ആരാധിച്ചാൽ, കർത്താവിന് വേണ്ടി കൊടുത്താൽ നിന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല. പുസ്തകം പഠിപ്പിക്കുന്നത് രോഗത്തിൽ നിന്റെ കിടക്ക മാറ്റി പിരിക്കും, ദീനത്തിൽ കിടക്ക മാറ്റി പിരിക്കും, നരയ്ക്കുവോളം നിന്നെ ചുമക്കും. ഇവനെ വിവരിക്കുന്നില്ല. പൊക്കിയെടുത്ത് ദാവീദിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നപ്പോ ദാവീദ് ഇവന് 4 കൂട്ടം സാധനം കൊടുത്തു. അത് പറയാനാ. ഇനി 11-ാമത്തെ വാക്യം വായിച്ചേ, 30:11. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു. അവനെ നല്ല ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അടുത്ത വാക്യം, അവന് അപ്പം കൊടുത്തു. 4 കൂട്ട സാധനം, അപ്പം കൊടുത്തു. പിന്നെ 2, അവനത് തിന്നു. അവന് കുടിപ്പാൻ വെള്ളം കൊടുത്തു, അവനത് കുടിച്ചു. അടുത്തത്, അവർ അവൻ ഒരു കഷ്ണം അത്തിയടയും, ഒരു കഷണം അത്തിയട. പിന്നെ അടുത്തത് 2 ഉണക്ക മുന്തിരിക്കുലയും. നിർത്തണേ, 2 ഉണക്ക മുന്തിരിക്കുല. അപ്പോൾ അപ്പം, വെള്ളം, അത്തി, വേറുപടയാന്നോ? അത്തിയട. ഓതമ്പടയാണോ? അടാന്ന് പറഞ്ഞപ്പോ അമ്മ പുസ്തകം അടച്ചു. അമ്മ അതല്ലമ്മേ. അപ്പൊ ശ്രദ്ധിക്കുക, 4 കൂട്ട സാധനം. അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, അത്തിയട കൊടുത്തു, ഉണക്ക മുന്തിരിക്കുല. 4 സാധനം ഇവന് കൊടുത്തു. അടുത്ത പദം ഒന്ന് ഉറക്കം മൈക്ക് കൂടെ സ്ഫുടമായിട്ട് വായിച്ചേ. അത് തിന്നപ്പോൾ അവൻ ഉയിര് വീണു. ഇതാണ് കനാനിലുള്ളത്. നിനക്കും എനിക്ക് ഉയരുണ്ടാക്കുന്നതാ. മിസ്രയീമിൽ കിടന്ന ഉള്ളിൽ നിന്ന് നിന്റെ ഉയിര് പോകുന്നതല്ലാതെ. സ്തോത്രം. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. മിസ്രയീമിൽ കിടന്നാൽ ഉള്ളിയെല്ലാം നിന്ന് 1 നാറ്റക്കേസ്, 2 നിന്റെ ഉയിര് പോകും, അവസാനം നിനക്ക് ദീനവും വരും. പക്ഷേ ഈ കനാനിലോട്ട് വന്ന് ഈ ഗോതമ്പും യവവും മുന്തിരി, അത്തി രോഗശാന്തിയെ കാണിക്കുന്നതാ. മുന്തിരിയോ നിന്നെ പരിപോഷിപ്പിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത്, ഇത് തിന്നപ്പോൾ അവന് ഉയിര് വീണു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നല്ല സ്ഥലത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുവന്നത്. നിനക്ക് ഉയര് തരുന്നത് ഇതിനകത്തുണ്ട്. അവൻ ജീവൻ തരുവാൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ, സ്വർഗ മഹിമ വെടിഞ്ഞ് ഇറങ്ങി വന്ന നസ്രായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഈ യേശുവിനെ ഏറ്റെടുക്ക്. ക്ഷീണം മാറട്ടെ, രോഗം മാറട്ടെ, തളർച്ച മാറട്ടെ, അനാഥത്വം മാറട്ടെ. ആരോരുമില്ലാതെ അവൻ വഴിയിൽ കിടന്നവന് എടുത്തുകൊണ്ടുവന്ന് നല്ല ദാവീദിന്റെ അടുക്ക കൊടുത്തപ്പോൾ അവൻ അപ്പവും വെള്ളവും അത്തിയും മുന്തിരിയും കൊടുത്ത് അവൻ ഉയരുണ്ടാക്കി. ഇന്ന് രാത്രി അവൻ സ്വന്തം നല്ല ദാവീദാകുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഏത് മഹാഭാവി വന്നാലും, ഏത് രോഗി വന്നാലും, ഏത് ബലഹീനം വന്നാലും, എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ വന്നാലും നിന്നെ ചേർത്തണച്ച് നിനക്ക് ആവശ്യമുള്ളത് തന്ന് സമൃദ്ധിയായ ജീവൻ തരാൻ ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിനെ ഇന്ന് രാത്രി ഏറ്റെടുക്കാം.
ദൈവത്തിന് സ്വോത്രം. ബാക്കി ഭാഗം ഇന്ന് പ്രസംഗിക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ എവിടെ വെച്ചെങ്കിലും എന്നേലും നടത്തിപ്പുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇതുവരെയും സാധാരണ 9 കണക്ക്. എന്നാലും ദൈവദാസൻ ഞാൻ പറഞ്ഞത് അംഗീകരിച്ച്, അധ്യക്ഷൻ അംഗീകരിച്ച് സമയം നീട്ടി തന്നതിന് നന്ദി. ചുമതലപ്പെട്ടവരെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നിങ്ങൾക്കും നന്ദി. ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും പട്ടുപോകരുത്. ഇന്ന് രാത്രി ഉയിര് തരുവാൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ നമ്മുടെ നടുവിൽ ഒരുവൻ വന്നിട്ടുണ്ട്. ആ പഴയ പാട്ടിൻ്റെ ഒരു ചരണമേ പാടുന്ന. 5 മിനിറ്റ് കൂടെ ഉണ്ട് 9:30 ആകാൻ. അപ്പോൾ ഒരു ചരണം ഒന്ന് പാടിക്കോട്ടെ. എന്തോ ഒരു ജീവൻ തരുന്നവനാ യേശു. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നിത്യം പോറ്റുന്നവൻ. അധികം ഒഴിച്ചെന്ന് കാക്കുന്നവൻ, ഭക്ഷണാദികളു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ, ജീവനായകനെ മനുവേ ജീവനായകനെ. ഞാനവനും അവൻ എന്നിക്കവനും, പിന്നെ ഞാനവനോട് മറ്റാരെയുമേ. ഞാനവനും അവൻ എനിക്കവനും, പിന്നെ ഞാനവനോട് മറ്റാരെയുമേ. ന്യൂനമറിയുന്നത് എനിക്കവനല്ല ആയവൻ, ജീവനായകനെ മനുവേ ജീവനായകനെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സമൃദ്ധിയായ ജീവൻ തരുവാൻ, ദൈവശബ്ദം കേട്ട് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്കെല്ലാം കൃപ നൽകട്ടെ. എന്നെ ഈ ശുശ്രൂഷ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസന്മാർക്കും ഇന്നത്തെ അധ്യക്ഷൻ, ആദരണീയ കർത്തദാസന്മാർ, സജി പാസ്റ്റർ അടക്കമുള്ള എല്ലാ മാന്യ ദൈവവൃത്തന്മാർ, ബഹുമാന്യ ദൈവമക്കൾ, ഓൺലൈനിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നന്ദി. ഓർക്കുമ്പം എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കും.